കഴിഞ്ഞ ആഴ്ച നമ്മളെടുത്ത മന്ത്രം വളരെ ശ്രദ്ധേയമായ മന്ത്രമാണ്. അദ്വൈതാനുഭൂതിയിൽ ശങ്കരാചാര്യ സ്വാമികൾ തന്നിട്ടുള്ള മന്ത്രങ്ങളിൽ ഏറ്റവും ശ്രദ്ധേയമായ മന്ത്രം. അത് ശരിക്കും മനസ്സിലാക്കുന്ന ഒരാളിന് തൻ്റെ ഉള്ളിലിരിക്കുന്ന ആ സ്വരൂപം എന്താണെന്നും ഈ പ്രപഞ്ചം എന്താണെന്നും ഈ പ്രപഞ്ചത്തിലെ വസ്തുക്കൾ, വിഷയങ്ങൾ എങ്ങനെയുള്ളതാണെന്നും ഒക്കെ വളരെ ലളിതമായിട്ട് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു മന്ത്രമാണ്. താമ്രകൽപ്പിത ദേവാദി താമ്രാധന്യ ഇവ സ്ഫുരേത്. എല്ലാവർക്കും അറിയാം. വെള്ളിയിലോ ചെമ്പിലോ സ്വർണത്തിലോ ഒക്കെ ഉണ്ടാക്കി വച്ചിരിക്കുന്ന ഒരു ഈശ്വര രൂപം, ദേവതാരൂപം സ്വർണത്തിലുണ്ടാക്കിയതാണെങ്കിൽ അതിൽ ഉള്ളതായിട്ടുള്ളത് സ്വർണം മാത്രം. ആ സ്വർണത്തിൽ ശിവൻ്റെ രൂപമുണ്ടാക്കിയാലും വിഷ്ണുവിൻ്റെ രൂപമുണ്ടാക്കിയാലും മുരുകൻ്റെ രൂപമുണ്ടാക്കിയാലും അതെല്ലാം അതിൽ ഉള്ളതുപോലെ കാണപ്പെടുന്ന നാമവും രൂപവും മാത്രം. മുരുകൻ രൂപം, അതിന് കൊടുത്തിരിക്കുന്ന നാമം മുരുകൻ. ശിവൻ്റെ രൂപം, അതിന് കൊടുത്തിരിക്കുന്ന നാമം. ഉള്ളതായിട്ടുള്ളത് സ്വർണം മാത്രം, അല്ലെങ്കിൽ ചെമ്പ് മാത്രം, അല്ലെങ്കിൽ ഓട് മാത്രം, അല്ലെങ്കിൽ മണ്ണ് മാത്രം. മണ്ണിലുണ്ടാക്കി വച്ചിരിക്കുന്ന എല്ലാ രൂപങ്ങളും, ചട്ടി, കലം, പാന, അടപ്പിയട്ടി, തൊട്ടി, എല്ലാത്തിലും ഉള്ളതായിട്ടുള്ളത് മണ്ണ് മാത്രം. പക്ഷേ കൂജ എന്ന് പറയുന്ന പേര് പറയുമ്പോൾ അതിൻ്റെ രൂപം വേറെ, നാമം വേറെ. അതിനാധാരമായിരിക്കുന്ന വസ്തു മണ്ണു മാത്രം. കലത്തിനാധാരമായിരിക്കുന്ന വസ്തു മണ്ണു മാത്രം. ആ മണ്ണിൽ ഉള്ളതുപോലെ കാണപ്പെടുന്ന നാമരൂപാദികളാണ് കലവും കലത്തിൻ്റെ രൂപവും. അതുപോലെയാണ് ഈ വിഗ്രഹങ്ങളിൽ നാം കണ്ടുകൊണ്ടിരിക്കുന്ന ദേവരൂപങ്ങളും അവയിലെ നാമവും എല്ലാം. അതുപോലെ തന്നെ ഈ പ്രപഞ്ചത്തിൽ കാണപ്പെടുന്ന സർവ്വ വിഷയങ്ങളും, സർവ്വ വസ്തുക്കളും, ഈ മൈക്കായാലും ശരി, ഈ കപ്പായാലും ശരി, കപ്പിനകത്തിരിക്കുന്ന ചായയായാലും ശരി, നമ്മുടെ ശരീരമായാലും ശരി, മനസ്സാണെങ്കിലും ശരി, ബുദ്ധിയാണെങ്കിലും ശരി, അഹങ്കാരമാണെങ്കിലും ശരി, എല്ലാത്തിനും ആധാരമായിരിക്കുന്ന വസ്തു ആ ആത്മതത്വം. ഏതൊന്നിലാണോ ഇതെല്ലാം ഉണ്ടായി നിലനിന്ന് ഇല്ലാതായിത്തീരുന്നത് അതാണ് ആധാരവസ്തു. യഥോ വാ ഇമാനി ഭൂതാനി ജാതാനി എന്ന് ഉപനിഷത്ത് പറയുന്നത് പോലെ ഏതൊന്നിലാണോ ഇതൊക്കെ ഉണ്ടായി നിലനിന്ന് ഇല്ലാതാകുന്നത് ആ ആധാരവസ്തുവാണ് ഈ കാണപ്പെടുന്ന എല്ലാ നാമരൂപാദികളും. ഈ പ്രപഞ്ചത്തിൽ കാണപ്പെടുന്നതെല്ലാം പട്ടി, പൂച്ച, കല്ല്, പാറ, മണ്ണ്, ജലം, വായു, അഗ്നി എല്ലാം ആ ഉള്ളതുപോലെ കാണപ്പെടുന്ന പഞ്ചഭൂതാദികളാൽ നിർമ്മിതമായിട്ടുള്ള വസ്തുക്കൾ മാത്രമാണ്. അതിനൊക്കെ ആധാരമായിട്ടുള്ള വസ്തു ഏകം. ആ ആധാര വസ്തുവിനെ എവിടെ പോയി കാണാം? തൻ്റെ ഉള്ളിലേക്ക് തിരിഞ്ഞു നോക്കിയാൽ കാണാം. വേറെ എവിടെ പോയും കിട്ടുകയില്ല. കാശിയിലോ കൈലാസത്തിലോ ഒന്നും പോയാൽ കിട്ടുകയില്ല. തൻ്റെ ഉള്ളിലേക്ക് തിരിഞ്ഞു നോക്കണം. തൻ്റെ ഉള്ളിൽ ഏതൊന്നാണോ ഉള്ളതായിട്ടുള്ളത് ആ ഉള്ളതിലാണ് ഈ ജാഗ്രത അവസ്ഥയും സ്വപ്നാവസ്ഥയും സുഷുപ്തി അവസ്ഥയും ഉണ്ടായി നിലനിന്ന് മറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ജാഗ്രത അവസ്ഥയിൽ നാം കണ്ടുകൊണ്ടിരിക്കുന്ന ഈ വസ്തുക്കളെല്ലാം അതിൽ ഉള്ളതുപോലെ കാണപ്പെടുന്നതാണ്. ഉള്ളതായിട്ടുള്ള വസ്തു അതുമാത്രം. അതുകൊണ്ടാണ് ഉപനിഷത്തുകൾ സാമവേദം തത് ത്വമസി, ഛാന്തോഗ്യോപനിഷത്ത് പ്രഖ്യാപിക്കുന്നത് തത് ത്വമസി, നീ അതാകുന്നു. ഏതൊന്നാണോ എൻ്റെ ഉള്ളിൽ കൂടിയും അവൻ്റെ ഉള്ളിൽ കൂടിയും അവളുടെ ഉള്ളിൽ കൂടെയും ഹിന്ദുവിൻ്റെ ഉള്ളിൽ കൂടിയും ക്രിസ്ത്യാനിയുടെ ഉള്ളിൽ കൂടിയും മുസൽമാൻ്റെ ഉള്ളിൽ കൂടെയും സർവ്വചരാചരങ്ങളുടെ ഉള്ളിൽ കൂടിയും കടന്നുപോയി എല്ലാത്തിനെയും ജീവത്താക്കി നിലനിർത്തിക്കൊണ്ടിരിക്കുന്ന ആ ഏക വസ്തു, അതാണ് ദൈവം, ഈശ്വരൻ. എവിടെ ഇരിക്കുന്നു? ഈശ്വരനില്ല എന്ന് പറയുന്നവൻ്റെ ഉള്ളിലും ഇരിക്കുന്ന ആ തത്വമാണ് ഈശ്വരൻ. അവനത് അറിയുന്നില്ല. ഇല്ല എന്ന് പറയുന്നത് രാമകൃഷ്ണദേവൻ പറയുന്നത് പോലെ, നാവ് കൊണ്ട് എനിക്ക് നാവില്ല എന്ന് പറയുന്നത് പോലെയാണ്
ഈശ്വരൻ ഇല്ല എന്ന് പറയുന്നത്. അവൻ്റെ ഉള്ളിലെ ആ ആത്മതത്വം തന്നെയാണ് ഈശ്വരൻ. സമം സർവേഷു ഭൂതേഷു തിഷ്ഠന്തം പരമേശ്വരം വിനശ്യൽസു അവിനശ്വന്തം യഃ പശ്യതി സ പശ്യതി. അതിനെ ആരാണോ കാണുന്നത്, അതാണ് ഈ മന്ത്രത്തിലും പറയുന്നത്. ആ ഏകമായ ആധാരവസ്തു, ഈ വിഗ്രഹങ്ങളെല്ലാം ഉണ്ടാക്കിയിരിക്കുന്ന, ഏതെല്ലാം നാമരൂപാദികളിൽ അറിയപ്പെടുന്ന ദേവതകൾ ഏത് വസ്തുവിലാണോ ഉണ്ടാക്കിയിരിക്കുന്നത് ആ വസ്തു മാത്രമാണ് അതിലുള്ളത്. നാരായണ ഗുരുദേവൻ അതാണ് വളരെ ശ്രദ്ധേയമായ മന്ത്രത്തിലൂടെ ആ ദർശനമാലയിൽ അസത്യദർശനത്തിൽ പറഞ്ഞിരിക്കുന്നത്. ശിലൈവ ശിവലിംഗം ന ദ്വിതീയം, രണ്ടാമതായിട്ട് മറ്റൊന്നില്ല. ന ദ്വിതീയം ശില്പിനാകൃതം, ശില്പി ഉണ്ടാക്കിയിരിക്കുന്ന ആ ദേവതാരൂപം ഉള്ളതേ അല്ല. അതിൽ ഉള്ളതായിട്ടുള്ളത് കല്ലിലാണ് പണിഞ്ഞിരിക്കുന്നത് എങ്കിൽ കല്ല് മാത്രം, ചെമ്പിലാണ് പണിഞ്ഞിരിക്കുന്നത് എങ്കിൽ ചെമ്പ് മാത്രം, സ്വർണത്തിലാണ് പണിഞ്ഞിരിക്കുന്നത് എങ്കിൽ സ്വർണം മാത്രം. അതുപോലെ പ്രതിഭാസ്യാദി രൂപേണ തഥാ ആത്മോത്ഥമിതം ജഗത്, അതുപോലെ ഉള്ളതുപോലെ കാണപ്പെടുന്ന ആത്മാവിൽ ഉണ്ടായിട്ടുള്ളത് ഉത്തമായിട്ടുള്ളതാണ് ഈ കാണപ്പെടുന്ന പ്രപഞ്ചവും പ്രാപഞ്ചിക വിഷയങ്ങൾ മുഴുവനും. അതിനെല്ലാം ആധാരമായിരിക്കുന്ന വസ്തു ആത്മചൈതന്യം. ആ ആത്മചൈതന്യം എവിടെ പോയി കണ്ടെത്താൻ സാധിക്കും? തൻ്റെ ഉള്ളിലേക്ക് തിരിഞ്ഞു നോക്കിയാൽ തൻ്റെ ഉള്ളിൽ താനായിരിക്കുന്ന വസ്തു, ജാഗ്രത അവസ്ഥയ്ക്കും സ്വപ്നാവസ്ഥയ്ക്കും സുഷുപ്തി അവസ്ഥയ്ക്കും ആധാരമായിരിക്കുന്ന വസ്തു തന്നിലെ താൻ. ആ തന്നിലെ താനിൽ ഉള്ളതുപോലെ കാണപ്പെടുന്നതാണ് തന്നിലെ ഞാൻ. ആ ഞാൻ ഭാവത്തിലാണ് നമ്മളെല്ലാം ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. എത്രയോ ജന്മങ്ങൾ ഞാൻ ഭാവത്തിൽ നമ്മൾ ജീവിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഇനിയും എത്രയോ ജന്മങ്ങളിൽ കൂടി കടന്നു പോകേണ്ടതായിട്ടുണ്ട്. അടുത്ത ജന്മമൊക്കെ കിട്ടുന്നത് ഈ കാണുന്ന മനുഷ്യ ശരീരത്തിൽ ജീവിച്ചു കൊണ്ടിരിക്കുമ്പോൾ സൽക്കർമ്മങ്ങളും ദുഷ്കർമ്മങ്ങളുമൊക്കെ നിലയിൽ ഉള്ളതാണെങ്കിൽ അടുത്ത മനുഷ്യജന്മം തന്നെ കിട്ടിയെന്ന് വരും. ഏറ്റക്കുറച്ചിലുണ്ടെങ്കിൽ താഴോട്ട് പോയിക്കൊണ്ടിരിക്കും, ദേവതാദികളിലേക്ക് ഉയർന്നും കൊണ്ടിരിക്കും. എന്നാൽ മനുഷ്യജന്മത്തിൽ ജീവിക്കുമ്പോൾ മാത്രമേ നമുക്ക് ഇനി ജന്മമില്ലാത്ത ആ ആത്യന്തിക മോക്ഷാവസ്ഥയിലേക്ക് തന്നെ ഉയർത്താൻ സാധിക്കൂ. ഇപ്പോഴെല്ലാം നാം മനുഷ്യ ശരീരത്തിൽ ജീവിച്ചു കൊണ്ടിരിക്കുന്നു. ഇനി ഈ സംസാര ദുഃഖത്തിൽ കിടന്ന് പുനരപി ജനനം പുനരപി മരണം എന്ന് പറഞ്ഞ് ഇങ്ങനെ തുടരാതിരിക്കണമെങ്കിൽ നമുക്ക് ഇനി ജന്മമില്ലാത്ത ആ മോക്ഷനില, അതാണ് മോക്ഷം. ഇനി ജന്മമുണ്ടാകരുത്. ഇനി ജന്മമുണ്ടായാൽ ഏതെല്ലാം ജന്മങ്ങളിൽ വെച്ച് നാം എന്തെല്ലാം ദുഷ്കർമ്മങ്ങൾ ചെയ്തിട്ടുണ്ടോ അതിൻ്റെ എല്ലാം ഫലം അനുഭവിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശരീരങ്ങളിൽ കൂടി കടന്ന് അതിൻ്റെ എല്ലാം ദുഷ്കർമ്മങ്ങളുടെ ഫലം നമുക്ക് അനുഭവിക്കേണ്ടതായിട്ട് വരും. അതിനെയൊക്കെ നമുക്കില്ലാതാക്കണമെങ്കിൽ, ഭസ്മമാക്കണമെങ്കിൽ ഈ ജന്മത്തിൽ ജീവിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഇനി ജന്മമുണ്ടാകാത്ത നിലയിലേക്ക് നാം നമ്മെ ഉദ്ധരിപ്പിക്കണം. എങ്ങനെയാണ് ഉദ്ധരിപ്പിക്കാൻ സാധിക്കുന്നത്? ഈ ശരീരത്തിലെ നാമരൂപധാരിയായ ഞാനല്ല, എന്നിലെ യഥാർത്ഥ ഞാൻ, ഈ ഞാനിനെയും നിലനിർത്തിക്കൊണ്ട് ഈ ശരീരത്തിൽ ജാഗ്രത അവസ്ഥയ്ക്കും സ്വപ്നാവസ്ഥയ്ക്കും സുഷുപ്തി അവസ്ഥയ്ക്കും സാക്ഷിയായിരിക്കുന്ന ആ ചൈതന്യം, അതാണ് ഇതപര്യന്തം ഏതെല്ലാം ശരീരങ്ങളിൽ നാം ജീവിച്ചിട്ടുണ്ടോ ആ ജന്മങ്ങൾക്കെല്ലാം സാക്ഷിയായിരിക്കുന്ന ആ ആത്യന്തിക സാക്ഷി സ്വരൂപം. എല്ലാത്തിനും സാക്ഷി, എല്ലാ ജന്മങ്ങൾക്കും സാക്ഷി. ആ സാക്ഷി സ്വരൂപമാണ് തൻ്റെ യഥാർത്ഥ സ്വരൂപം എന്ന് ഈ ജന്മത്തിൽ തിരിച്ചറിഞ്ഞ് ആരാണോ തൻ്റെ ശ്രദ്ധയെ സദാ അതിൽ നിലനിർത്തുന്നത്, ഞാൻ ഇതല്ല, ഇതിനകത്തിരിക്കുന്ന അതാണ് എന്ന ഭാവമാറ്റം മാത്രം മതി. അതാണ് ഭാവാദ്വൈത പരിശീലനം. ഭാവാദ്വൈതം ഈ നാമരൂപധാരിയായ ഞാൻ എന്ന ഭാവത്തെ വിട്ടിട്ട് രണ്ടാമതായിട്ട് മറ്റൊന്നില്ലാത്ത അദ്വൈതം, ആ ഏകമായ വസ്തു,
ആ സാക്ഷി ചൈതന്യം, അതാണ് എന്നിലെ യഥാർത്ഥ ഞാൻ, അതാണ് എന്നിലെ താൻ എന്ന് ബോധിച്ച് സദാസമയവും ആ ഭാവത്തിൽ തൻ്റെ ശ്രദ്ധയെ ആരാണോ നിലനിർത്തുന്നത്, ദാറ്റ് ഈസ് ആധ്യാത്മികത, സ്പിരിച്വാലിറ്റി. അതിന് കാഷായം ഒന്നും വേണ്ട, രുദ്രാക്ഷമൊന്നും വേണ്ട, താടി വയ്ക്കേണ്ട, സന്യാസിയാകേണ്ട, കുടുംബം കളയേണ്ട, ഒന്നും വേണ്ട. ബി വിത്ത് എവ്രിതിങ്. ലൗകികത്തിലിരുന്നു കൊണ്ട്, ഭാര്യ ഭാര്യയുടെ നിലയിലിരുന്നു കൊണ്ട്, ഭർത്താവ് ഭർത്താവിൻ്റെ നിലയിലിരുന്നു കൊണ്ട്, ഏത് ജാതിയിൽ ജനിച്ചവനായാലും ഏത് മതത്തിൽ ജനിച്ചവനായാലും ഈ ഭാവത്തിലേക്ക് തൻ്റെ ശ്രദ്ധയെ ഉയർത്തി നിലനിർത്തി അതിൽ സ്ഥിരപ്രതിഷ്ഠ നേടാൻ കഴിയുന്നുവോ, ദാറ്റ് ഈസ് സ്പിരിച്വാലിറ്റി. മരണസമയത്ത് അന്ധകാലേ ച മാമേവ സ്മരൻ മുക്ത്വാ കളേബരം. അവസാന കാലത്ത് ഏതൊരാളിനാണോ ആ ഭാവത്തിൽ തൻ്റെ ശ്രദ്ധയെ നിലനിർത്തിക്കൊണ്ട് ഈ ശരീരത്തെ ത്യജിക്കാൻ കഴിയുന്നത്, അവൻ എന്നെ തന്നെ പ്രാപിക്കും. യാതൊരു സംശയവും ആ കാര്യത്തിലില്ല. അതിന് വേണ്ടത് അറിവാണ്. ആ അറിവാണ് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അത് പൂർവജന്മ പുണ്യത്താൽ നിങ്ങൾക്ക് ലഭ്യമായിരിക്കുന്നു. അതൊക്കെ പുണ്യകർമ്മങ്ങളുടെ ഫലമായിട്ട് ലഭ്യമായിരിക്കുന്നതാണ്. നമ്മൾ വിചാരിച്ചാലൊന്നും കിട്ടുകയില്ല, കേൾക്കാനും പറ്റുകയില്ല. അതാണ് ഉപനിഷത്തുകൾ പറയുന്നത്, ശ്രവണായ ബഹുബീർ യോ ന ലഭ്യ. കേൾക്കാൻ പോലും കിട്ടുകയില്ല, അവസരം പോലും കിട്ടുകയില്ല. ഇപ്പോൾ യാതൊരു ചെലവുമില്ലാതെ, യാതൊരു പ്രയത്നവും കൂടാതെ നിങ്ങൾക്കിവിടെ വരാനും അത് കേൾക്കാനും സാധിക്കുന്നു എന്ന് പറയുന്നത് പൂർവജന്മ സുകൃതം. അതുകൊണ്ട് ആ അറിവ് നിങ്ങൾ കരസ്ഥമാക്കി ആ അറിവ് ഭാവത്തിലേക്ക് തൻ്റെ ശ്രദ്ധയെ ഉദ്ധരിപ്പിക്കണം. അതാണ് ഭഗവത്ഗീത ആവശ്യപ്പെടുന്ന ഉദ്ധരേതാത്മനാത്മാനം. അവനവൻ തന്നെ അവനവനെ ഉദ്ധരിപ്പിക്കണം. ഇല്ലെങ്കിൽ അവനവൻ തന്നെയാണ് അവനവൻ്റെ ശത്രു. ആത്മൈവ ആത്മനോ രിപുഹു. അവൻ തന്നെയാണ് അവനവൻ തന്നെയാണ് അവനവൻ്റെ ശത്രു. അത് ചെയ്തെങ്കിൽ അവനവൻ തന്നെയാണ് അവനവൻ്റെ മിത്രവും. അതുകൊണ്ട് ഈ വസ്തു മനസ്സിലാക്കി ഈ ജന്മം സാർത്ഥകമായി തീരണം, അർത്ഥപൂർണമായി തീരണം. ചുമ്മാ എങ്ങനെങ്കിലും ജീവിച്ച് അങ്ങ് ചത്തുപോയാൽ പോരാ. ഇനി ജന്മമുണ്ടാകാതിരിക്കണം. എന്താ ജന്മമുണ്ടാകാതിരിക്കുന്നത്? എത്രയോ ജന്മങ്ങളിൽ നാം ചെയ്തിട്ടുള്ള ദുഷ്കർമ്മങ്ങളുടെ ഫലം അനുഭവിക്കേണ്ടതായിട്ട് വരും. നാളെ റോഡിൽ കൂടെ നടന്നു പോകുന്ന അവസരത്തിൽ ഒരു പട്ടി നടന്നു പോകുന്നു. എങ്ങനെയാണ് നടന്നു പോകുന്നത്? അതിൻ്റെ ശരീരത്തിൽ കൂടി എപ്പോഴോ വണ്ടി കയറി, ബാക്കിലെ 2 കാലുകളും ചതഞ്ഞ് കിടക്കുകയാണ്. മുൻകാല് മാത്രമേ ഉള്ളൂ. ആ മുൻകാല് വെച്ച് ബാക്കി ശരീരത്തെ വലിച്ചഴച്ചുകൊണ്ട് ജീവിക്കുന്നു. ചെയ്തിട്ടുള്ള കർമ്മത്തിൻ്റെ ഫലം, മനുഷ്യ ശരീരത്തിൽ വെച്ച് ചെയ്തിട്ടുള്ള കർമ്മത്തിൻ്റെ ഫലം ഏതേത് ശരീരങ്ങളിൽ കൂടിയെങ്കിലും അനുഭവിക്കേണ്ടി വരും. കണ്ടപ്പോൾ കുറേ നേരം നോക്കി നിന്നുപോയി. ഓരോ ജന്മങ്ങളിലും ചെയ്തിട്ടുള്ള കർമ്മത്തിൻ്റെ ഫലം, അങ്ങനെ ടൺ കണക്കിന് ആ ദുഷ്കർമ്മങ്ങളുടെ ഫലം നമുക്ക് അനുഭവിക്കേണ്ടതായിട്ടുണ്ട്. അതെല്ലാം നമ്മുടെ ഉള്ളിൽ രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. അതാണ് സഞ്ചിത കർമ്മം. അതിൽ നിന്ന് അനുവദിച്ചിരിക്കുന്നതാണ് പ്രാരബ്ധം. ചെക്ക് എഴുതി പാസ്സാക്കുന്നത് പോലെ എത്ര രൂപയാണോ ചെക്ക് എഴുതിയിട്ടുള്ളത് ബാങ്കിൽ കൊടുത്താൽ അത്രയും തുക നമുക്ക് മാറിക്കിട്ടും. അതുപോലെ പ്രാരബ്ധ കർമ്മം ആ സഞ്ചിത കർമ്മത്തിൽ നിന്ന് അനുവദിക്കുന്നതാണ്. ഇത്ര ജന്മം, ഇത്ര കാലം, ജനന സമയവും മരണസമയവും കൃത്യമായിട്ട് അതിൽ കുറിച്ച് വച്ചിട്ടുണ്ട്. ഇന്ന് എന്തുവാ ഇറാഖിലെ ഒരു ആൾ യോഗാഭ്യാസം ചെയ്തുകൊണ്ടിരിക്കുന്നതിനിടയ്ക്ക് കുഴഞ്ഞു വീണ് മരിച്ചു. ഇന്ന് പത്രത്തിലുണ്ട്. എക്സസൈസ് ചെയ്തുകൊണ്ടിരിക്കുന്നതിനിടയ്ക്ക് അദ്ദേഹം വീണ് മരിച്ചു. എന്താ കാരണം? സമയം തീർന്നു. എണ്ണ തീർന്നാൽ ഏതുപോലെയാണോ വിളക്കണയുന്നത് അതുപോലെ നമുക്ക് അനുവദിച്ചിരിക്കുന്ന സമയം തീരുമ്പോൾ കൃത്യമായിട്ടും ഈ ശരീരത്തിൽ നിന്ന് വിട പറഞ്ഞിരിക്കണം. അതിന് മുൻപ് ഏതൊരാൾക്കാണോ ഈ അറിവിലേക്ക് ഉണർന്ന്
തൻ്റെ ശ്രദ്ധയെ ആ അറിവിലേക്ക് ഉയർത്തി ഞാനെന്ന് പറയുന്നത് ഈ നാമരൂപധാരിയല്ല, ഈ നാമരൂപധാരിയെയും പ്രകാശിപ്പിച്ചുകൊണ്ട് ഈ ശരീരത്തിൽ എന്നിലെ ജാഗ്രത അവസ്ഥയ്ക്കും സ്വപ്നാവസ്ഥയ്ക്കും സുഷുപ്തി അവസ്ഥയ്ക്കും സാക്ഷിയായിരിക്കുന്ന ആ ചൈതന്യ സ്വരൂപം, ആ സാക്ഷി ചൈതന്യം, അതാണ് എന്നിലെ യഥാർത്ഥ ഞാൻ, അതാണ് എന്നിലെ മംഗളസ്വരൂപം, ശിവം, ഈശ്വര ചൈതന്യം എന്ന് തിരിച്ചറിഞ്ഞ് സദാ ആ ഭാവം ഉള്ളിൽ നിലനിർത്തുന്നതിന് വേണ്ടി ശിവോഹം ശിവോഹം ശിവോഹം, അല്ലെങ്കിൽ എന്താ സോഹം 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 സഹ അഹം, അത് ഞാനാവുന്നു. ഏത്? എൻ്റെ ഉള്ളിലിരിക്കുന്ന ആ സാക്ഷി ചൈതന്യം. അതിന് ജാതിയില്ല, മതമില്ല. ആ എൻ്റെ ഉള്ളിലിരിക്കുന്ന അത് തന്നെയാണ് ഹിന്ദുവിൻ്റെയും ഉള്ളിൽ കൂടി കടന്നു പോകുന്നത്, ക്രിസ്ത്യാനിയുടെയും ഉള്ളിൽ കൂടി കടന്നു പോകുന്നത്, മുസൽമാൻ്റെയും ഉള്ളിൽ കൂടി കടന്നു പോകുന്നത്, ആഫ്രിക്കക്കാരൻ്റെ ഉള്ളിൽ കൂടി കടന്നു പോകുന്നത്, ഇംഗ്ലീഷുകാരൻ്റെ ഉള്ളിൽ കൂടി കടന്നു പോകുന്നത്, സർവ്വ ചരാചരങ്ങളുടെയും ഉള്ളിൽ കൂടി കടന്നു പോകുന്ന ആ ഏകമായ സാക്ഷി ചൈതന്യം, ഈശ്വര ചൈതന്യം. അതാണ് ഏകോ ദേവഃ സർവഭൂതേഷു ഗൂഢഃ സർവവ്യാപി കർമാധ്യക്ഷ ഭൂതാന്തരാത്മ എന്നൊക്കെ പറയുന്നത്. സർവഭൂതങ്ങളുടെയും അന്തരാത്മാവായിട്ട് വർത്തിക്കുന്ന ആ ചൈതന്യ സ്വരൂപം, ഐ എം ദാറ്റ്. നിങ്ങൾ ഓരോരുത്തരും സ്വയം ഡിക്ലെയർ ചെയ്യണം, ഞാൻ ഇതല്ല, ഇതിനകത്തിരിക്കുന്ന അത്. ഇതാ അവിടെ ഇരിക്കുന്ന ആ കുട്ടി പ്രയാഗയുടെ അമ്മുമ്മ മരിച്ചു പോയപ്പം കുട്ടികളെല്ലാം കൂടെ ചേർന്ന് വർത്തമാനം പറഞ്ഞപ്പോൾ ആ മരിച്ചുപോയ അമ്മുമ്മ എവിടെ പോയി എന്ന് വർത്തമാനം പറഞ്ഞപ്പോൾ കുട്ടികളുടെ കൂട്ടത്തിൽ ഈ കൊച്ചുകുട്ടി എത്ര വയസ്സ്? 5 വയസ്സാവും അല്ലേ? 8 വയസ്സ്. ആ കുട്ടി അവരോട് പറഞ്ഞിരിക്കുന്നു, ആ ആളിലെ ഞാനാണ് മരിച്ചു പോയിരിക്കുന്നത്, ആ ആളിലെ ആത്മചൈതന്യം മരിച്ചു പോയിട്ടില്ല എന്ന് ഈ കുട്ടി അവിടെ ഇരുന്ന ആളുകളോട് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തു. നോക്കൂ, അറിവുന്നില്ല. അതാണ് അറിവുന്നില്ല. ആ കുട്ടിയുടെ ഉള്ളിൽ അത് ഗ്രസിച്ചിരിക്കുന്നു, അത് പിടിച്ചു പറ്റിയിരിക്കുന്നു, ഗ്രഹിച്ചിരിക്കുന്നു. അർത്ഥമൊന്നും വലുതായിട്ട് അറിഞ്ഞില്ലെങ്കിലും അത് ഗ്രഹിക്കാൻ സാധിച്ചിരിക്കുന്നു. അതൊക്കെ പൂർവ്വജന്മ പുണ്യം. അതുകൊണ്ടാണല്ലോ ഇവിടെ വന്നിരിക്കാൻ സാധിക്കുന്നത്. നമുക്കെല്ലാവർക്കും സാധിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ്. അതുകൊണ്ട് ശബ്ദജാലം മഹാരണ്യം ചിത്തഭ്രമണ കാരണം അത പ്രയത്നാത് ജ്ഞാതവ്യം തത്വജ്ഞാത് തത്വമാത്മനഃ ശങ്കരാചാര്യസ്വാമികൾ പറഞ്ഞിരിക്കുന്നതാണ്. ശബ്ദജാലം മഹാരണ്യം, ഇതിനെക്കുറിച്ചൊക്കെ പറഞ്ഞിരിക്കുന്ന പുസ്തകങ്ങൾ അനവധിയാണ്. അതിനകത്തൂടെയൊക്കെ പ്രവേശിച്ച് നമുക്ക് കൃത്യമായിട്ട് ഇതിൻ്റെ തത്വങ്ങൾ മനസ്സിലാക്കണമെങ്കിൽ അത് വലിയ വനാന്തരത്തിൽ പ്രവേശിക്കുന്നത് പോലെയാണ്. എത്ര കാലം വേണം? ഭാഗവതത്തിലൊന്ന് കടന്നു കയറിയാൽ നമുക്ക് മനസ്സിലാക്കണമെങ്കിൽ എത്ര കാലം വേണം? ഒന്ന് വായിച്ചു തീർക്കണമെങ്കിൽ. അതേ സമയത്ത് ഇതുപോലെയുള്ള പ്രഭാഷണങ്ങൾ ഒന്ന് കേൾക്കാൻ സാധിച്ചാൽ ആ ഒറ്റ പ്രഭാഷണം കൊണ്ട് തന്നെ നിങ്ങൾക്ക് മുഴുവൻ കാര്യങ്ങളും ഗ്രഹിക്കാൻ സാധിക്കും. ഞാനെന്ന് പറയുന്നത് ഈ കുട്ടപ്പനല്ല, ഗോപാലകൃഷ്ണനല്ല, നായരല്ല, ഈഴവനല്ല, ബ്രാഹ്മണനല്ല, ക്ഷത്രിയനല്ല, വൈശ്യനല്ല, ശൂദ്രനല്ല, നാമരൂപരഹിതമായ ആ ചൈതന്യം, ജാതി നീതി കുലഗോത്ര ദൂരകം, നാമരൂപ ഗുണദോഷവർജിതം, ദേശകാല വിഷയാദിവർത്തി യത് ബ്രഹ്മ തത് ത്വമസി. അതാണ് നിങ്ങൾ കേൾക്കുന്നത്. അതാണ് നിൻ്റെ യഥാർത്ഥ സ്വരൂപം. യു ആർ ദാറ്റ്. അത് കേട്ട് കേട്ട് നിങ്ങൾ സ്വയം പ്രഖ്യാപിക്കണം, യെസ് ഐ എം ദാറ്റ്. ആ കുട്ടി മനസ്സിലാക്കിയിരിക്കുന്നത് പോലെ ഞാൻ ഇതല്ല, ഇതിനകത്തിരിക്കുന്ന അത്. എന്താ പാട്? ഒരു പാടുമില്ലല്ലോ. നിങ്ങളുടെ ജീവിത സാഹചര്യങ്ങളൊക്കെ കർമ്മഫലാനുസാരം വന്ന് ഭവിച്ചിരിക്കുന്നത് അനുഭവി രാജ, അനുഭവി, ആർക്കും മാറ്റാൻ ഒക്കില്ല. പക്ഷേ ഇതനുഭവിച്ചു കൊണ്ടിരിക്കുമ്പോൾ തന്നെ ഈ അറിവിലേക്ക് നിങ്ങൾക്ക് നിസ്സാരമായിട്ട് ഉയരാൻ സാധിക്കും. ഈ ശരീരത്തിൽ ക്ലേശങ്ങൾ അനുഭവിച്ചുകൊണ്ട് ജീവിച്ചു കൊണ്ടിരിക്കുമ്പോൾ തന്നെ ഈ അറിവിലേക്ക് നിങ്ങൾക്ക് നിങ്ങളെ ഉയർത്താൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓക്കെ, തീർന്നു. നിങ്ങൾക്ക് ഇതപര്യന്തം അനുഭവിച്ചിട്ടുള്ള സർവകർമ്മഫലങ്ങളും
ഭസ്മമായി കഴിഞ്ഞു. എവിടെ? ഈ ജ്ഞാനാഗ്നിയിൽ. ജ്ഞാനാഗ്നി ഭസ്മസാത് കുരുതേ. ഈ ജ്ഞാനാഗ്നി എന്താ? ജ്ഞാനം ഇതല്ല ഞാൻ ഇതിനകത്തിരിക്കുന്ന അത്. അതിനെ കാണാതെ കാണണം. വൈദ്യുതിയെ കാണാതെ കാണുമ്പോലെ. ലൈറ്റ് കത്തുമ്പോൾ നമ്മൾ ഉടനെ പറയുന്നു കറണ്ട് വന്നു. ലൈറ്റ് അണഞ്ഞാൽ ഉടനെ നമ്മൾ പറയും കറണ്ട് പോയി. അത് നിരന്തരമായിട്ട് ഇങ്ങനെ അൽ-ഹിലാജ് മൻസൂറിനെ വധശിക്ഷയ്ക്ക് വിധിച്ചു. അദ്ദേഹം എപ്പോഴും അനൽ ഹക്ക് അനൽ ഹക്ക് അനൽ ഹക്ക്, ഞാൻ അതാവുന്നു, അഹം ബ്രഹ്മാസ്മി എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. അനൽ ഹക്ക് അനൽ ഹക്ക് അനൽ സൂഫി. അങ്ങനെ പറയുന്നത് അവരുടെ മതത്തിന് ഇഷ്ടമല്ല. അതുകൊണ്ട് അദ്ദേഹത്തെ തൂക്കാൻ വിധിച്ചു, കൊല്ലാൻ വധശിക്ഷയ്ക്ക് വിധിച്ചു. ആ വധശിക്ഷയ്ക്ക് വിധിച്ചിരിക്കുന്ന സമയത്ത് ആളുകളൊക്കെ കൂടി കല്ലെറിഞ്ഞ് കൊല്ലാനായിട്ട് ഭയങ്കരമായിട്ടുള്ള മൂർച്ചയുള്ള കൂർത്ത കല്ലുകൾ ഇങ്ങനെ കൂട്ടം കൂടി നിന്ന് എറിയാൻ തുടങ്ങി. ആ എറിയുന്ന സമയത്തെല്ലാം അദ്ദേഹം ആ മൻസൂർ അലി, അൽ-ഹിലാജ് മൻസൂർ അലി ചിരിച്ചുകൊണ്ടേയിരുന്നു. ആ സമയത്ത് ഇദ്ദേഹത്തിൻ്റെ സുഹൃത്തായ ഹസൻ എന്ന് പറയുന്ന മറ്റൊരു സൂഫി തത്വജ്ഞൻ അവിടെ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഒരു പൂവുണ്ടായിരുന്നു. ഈ കല്ലുകൾ ആളുകൾക്ക് എറിഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് സൂഫി വിചാരിച്ചു, ഞാൻ എന്തെങ്കിലും എടുത്ത് എറിഞ്ഞില്ലെങ്കിൽ ഈ ആളുകൾ എന്നെ ഇവർക്കെതിരായിട്ട് ചിത്രീകരിക്കും എന്ന് വിചാരിച്ച് ഈ ഹസൻ തൻ്റെ കയ്യിലിരുന്ന പൂവെടുത്ത് മൻസൂറിൻ്റെ നേർക്കെറിഞ്ഞു. അത് മൻസൂർ കണ്ടു. മൻസൂർ കണ്ടപ്പോൾ അതുവരെ ചിരിച്ചു കൊണ്ടിരുന്ന മൻസൂർ, ഓരോരുത്തരും കല്ലെറിയുമ്പോൾ എന്തുകൊണ്ടാണ് മൻസൂർ ചിരിച്ചു കൊണ്ടിരുന്നത്? എല്ലാവരിലും ഈശ്വരനെ കാണുകയാണ്. ഈ എറിയുന്നവനിലെല്ലാം ഇരിക്കുന്ന തത്വം ഈശ്വര തത്വമാണെന്ന് ഗ്രഹിച്ച് ആ ഈശ്വരനെ തന്നെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. എറിയുന്ന ഓരോരുത്തരിലും അയാൾ ഈശ്വരനെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് അദ്ദേഹം ഓരോ എറി കൊള്ളുമ്പോഴും ചിരിച്ചു കൊണ്ടേയിരുന്നു. എന്നാൽ മൻസൂറിൻ്റെ കയ്യിൽ നിന്ന് ആ പൂ തൻ്റെ ശരീരത്തിൽ വന്ന് വീണപ്പോൾ അദ്ദേഹം കരയാൻ തുടങ്ങി. കാരണം അദ്ദേഹം ഹസനെ ഈശ്വരനായിട്ടല്ല കാണുന്നത്. ഹസൻ ഒരു ബ്രഹ്മജ്ഞാനിയാണ്, നമ്മൾ പറയുന്ന അറിവിലേക്ക് ഉയർന്നയാളാണ്. അതുകൊണ്ട് അദ്ദേഹത്തെ പരമാത്മാവായിട്ട് തന്നെയാണ് ഹസൻ കണ്ടുകൊണ്ടിരുന്നത്, മൻസൂർ അലി കണ്ടുകൊണ്ടിരുന്നത്. എല്ലാവരുടെയും ഉള്ളിൽ ഈശ്വരനെ ദർശിച്ചു കൊണ്ടിരുന്നപ്പോൾ മൻസൂർ അലി ഹസൻ്റെ ഉള്ളിൽ ഈശ്വരനെ ദർശിച്ചില്ല. കാരണം എന്താ? അദ്ദേഹം ജ്ഞാനിയാണ്, പരമാത്മാവ് തന്നെയാണ്. ഈശ്വരനെയും കടന്നുള്ള ആ ഈശ്വരൻ നാമരൂപധാരി, സാകാര രൂപം, അതിനും അപ്പുറമുള്ള നിരാകാര സ്വരൂപം, പരമാത്മസ്വരൂപം തന്നെയാണ് ഈ ഹസൻ എന്ന ഭാവത്തിൽ ഹസനിലെ ഈശ്വരനെ ദർശിക്കാൻ അദ്ദേഹം മറന്നുപോയി. പക്ഷേ അദ്ദേഹവും എറിയുന്നത് കണ്ടപ്പോൾ അദ്ദേഹത്തിന് സഹിക്കാൻ കഴിഞ്ഞില്ല. അപ്പോൾ ഹസൻ ചോദിച്ചു, എല്ലാവരും കല്ലുകൾ എറിഞ്ഞപ്പോൾ അങ്ങ് ചിരിച്ചുകൊണ്ടാണല്ലോ ഇരുന്നത്, ഞാൻ എറിഞ്ഞത് ഒരു പൂവാണ്, എന്നിട്ട് ആ പൂവിൻ്റെ ആഘാതമേറ്റപ്പോൾ അങ്ങ് കരയാൻ തുടങ്ങിയതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചു. നീ പൂവെറിഞ്ഞത് കൊണ്ടല്ല ഞാൻ കരഞ്ഞത്, എൻ്റെ ശ്രദ്ധ പാളിപ്പോയി. ഞാൻ നിന്നിൽ ഈശ്വരനെ അല്ല കണ്ടത്, നീ പരമാത്മാവായിട്ട് ആണെന്ന് ഞാൻ ധരിച്ചിരുന്നു. ആ ധാരണ തെറ്റായിപ്പോയി. നീയും എറിയുന്നവരുടെ കൂട്ടത്തിലുണ്ടായി. അതുകൊണ്ട് നിരന്തരമായ ആ ഏക വസ്തുവിനെ കുറിച്ചുള്ള ധാരണ സദാസമയം ഉണ്ടായിരിക്കണം. യോ യോ യാം യാം തനു ഭക്തക ശ്രദ്ധയാർച്ചിതുമിച്ഛതി. ഏതൊരു രൂപത്തെയാണോ നിങ്ങൾ നിരന്തരമായിട്ട് സങ്കല്പിക്കുന്നത്, ആ ഇവിടെ നിരന്തരമായിട്ട് സങ്കല്പിക്കാൻ കഴിയുന്ന രൂപം എന്ന് പറയുന്നത് തൻ്റെ ഉള്ളിലെ നിരാകാര സ്വരൂപം, എല്ലാ ശരീരങ്ങളിൽ കൂടിയും കടന്നു പോകുന്ന ആ നാമരൂപ ഇല്ലാത്ത
ആ സ്വരൂപം. അതാണ് ഈ മന്ത്രത്തിലൂടെ പറയുന്നത്. താമ്രകൽപ്പിത ദേവാദി താമ്രാദന്യ ഇവ സ്ഫുരേത്. ചെമ്പിൽ പണിഞ്ഞിരിക്കുന്ന ആ ദേവരൂപം താമ്രത്തിന് അന്യമായിട്ട്, ആ ചെമ്പ് ലോഹത്തിന് അന്യമായിട്ട് കാണപ്പെടുന്നു. എന്നാൽ അറിവെന്താണ്? അതിൽ കാണപ്പെടുന്ന ആ ദേവതാരൂപം ഉള്ളതേയല്ല, ഉള്ളതുപോലെ കാണപ്പെടുന്നതാണ്. അത് ചെമ്പ് മാത്രം. അതാണ് നാരായണ ഗുരുദേവൻ പറഞ്ഞത് ശിലൈവ ശിവലിംഗം, വേറെ ഒന്നുമല്ല. ഒരു പൂച്ച വരുന്നു, ഞാൻ അകത്തോട്ട് വരാനായത്. ശിലൈവ ശിവലിംഗം ന അന്യത് ശില്പിനാകൃതം. ശില്പി ഉണ്ടാക്കിയിരിക്കുന്നതിന് അന്യമായിട്ട് മറ്റൊന്നുമല്ല, അത് അതിൽ കല്ല് മാത്രം. ശിലൈവ ശിവലിംഗം. നിങ്ങൾ നടരാജ ചിദംബരത്ത് പോയാൽ നടരാജ വിഗ്രഹം കാണാം. ചില സമയത്ത് കല്ലിലുണ്ടാക്കിയിരിക്കുന്നത് കാണാം, ചില സമയത്ത് സ്വർണത്തിലുണ്ടാക്കിയിരിക്കുന്നത് കാണാം, ചില സമയത്ത് ചെമ്പിലുണ്ടാക്കിയിരിക്കുന്നത് കാണാം. ആ ഉണ്ടാക്കിയിരിക്കുന്ന വസ്തു അതിൽ മറയപ്പെട്ടിരിക്കുന്നു. നിങ്ങൾ കാണുന്നത് ചെമ്പല്ല, നിങ്ങൾ ആ ദേവനെയാണ് കാണുന്നത്. ആറ്റുകാൽ ക്ഷേത്രത്തിൽ പോയാൽ നിങ്ങൾക്ക് ദേവിയെ കാണാം. ആ ചില സമയത്ത് ദേവീ രൂപം വെള്ളിയിലുള്ളതായിരിക്കും, ചില സമയത്ത് സ്വർണത്തിലുള്ളതായിരിക്കും, ചില സമയത്ത് കല്ലിലുള്ളതായിരിക്കും. പക്ഷേ കല്ലിലുള്ള ദേവിയെ നിങ്ങൾ കണ്ടാലും നിങ്ങൾ കല്ലിനെ കാണുന്നില്ല, ദേവിയെ മാത്രമേ കാണുന്നുള്ളൂ. സ്വർണത്തിലുള്ള വിഗ്രഹത്തെ നോക്കിയാൽ നിങ്ങൾ സ്വർണത്തെ കാണുന്നില്ല, ദേവിയെ മാത്രമേ കാണുന്നുള്ളൂ. അതുപോലെ അതാണ് ഇവിടെ പറയുന്നത്. താമ്രകൽപ്പിത ദേവാദി താമ്രാദന്യ ഇവ സ്ഫുരേത്. താമ്രത്തിൽ നിന്ന് അന്യമായിട്ട് ആ ദേവതാരൂപങ്ങൾ സ്ഫുരിച്ചു കൊണ്ടിരിക്കുന്നു. അതുപോലെ പ്രതിഭാസ്യാദി രൂപേണ തഥാ ആത്മോത്ഥമിതം ജഗത്. ആ ആത്മാവിൽ നിന്ന് ഉണ്ടായിരിക്കുന്ന ഈ ജഗത്ത് ആ ആത്മാവിൽ നിന്നുണ്ടായിട്ടുള്ളതാണ്. ഏതിൽ? ജലത്തിലുണ്ടായിരിക്കുന്ന നുര, പത, കുമിള, അതെല്ലാം ഏത് പ്രകാരമാണോ ജലം മാത്രമായിരിക്കുന്നത് അതുപോലെ അടുത്ത മന്ത്രത്തിലേക്ക് കടന്നാൽ, 66-ാമത്തെ മന്ത്രത്തിലേക്ക് കടന്നാൽ, ഈശ ജീവാത്മവദ്ഭാതി യഥൈകമപി താമ്രകം. ഈശ ജീവാത്മവദ്ഭാതി. ഈശ്വരൻ്റെ രൂപത്തിലും ജീവാത്മാവിൻ്റെ രൂപത്തിലും. ജീവാത്മാവിൻ്റെ രൂപത്തിലെന്ന് പറഞ്ഞാൽ പലതരത്തിലുള്ള പ്രതിമകൾ പല സ്ഥലത്തും ഉണ്ടാക്കി വെച്ചിട്ടില്ലേ? ഭാരതം മുഴുവനും സഞ്ചരിച്ചപ്പോൾ എനിക്ക് കാണാൻ കഴിഞ്ഞിട്ടുള്ളത് ഈ ഇന്ത്യയിൽ ഉണ്ടാക്കി വെച്ചിട്ടുള്ള പ്രതിമകളിൽ ഏറ്റവും കൂടുതൽ ആരുടെയാണ്? ഏറ്റവും കൂടുതൽ പ്രതിമ ആരുടെയാണെന്നാണ് ഞാൻ ചോദിച്ചത്. ജീവാത്മവത്, ജീവഭാവത്, ജീവൻ, ഈശ്വരൻ്റെ അല്ല എന്നാണ് ഞാനും ധരിച്ചിരുന്നത്. ഗാന്ധി എന്നാണ് ഞാനും ധരിച്ചിരുന്നത്. പക്ഷേ ഭാരതം മുഴുവനും സഞ്ചരിച്ചപ്പോൾ എനിക്ക് കാണാൻ കഴിഞ്ഞത് അംബേദ്കറുടെ പ്രതിമയാണ്. ഭാരതം മുഴുവനും സഞ്ചരിച്ചപ്പോൾ എല്ലാ സ്ഥലത്തും എനിക്ക് കാണാൻ കഴിഞ്ഞത് അംബേദ്കറുടെ പ്രതിമയാണ്. ഭാരതത്തിൽ ഏറ്റവും കൂടുതൽ പ്രതിമ അംബേദ്കറുടെയാണ്. അതാണ് ജീവാത്മവത്. ഈശ ജീവാത്മവത്. അത് സ്വർണത്തിലുണ്ടായിരിക്കാം, മണ്ണിലുണ്ടായിരിക്കാം, കല്ലിലുണ്ടായിരിക്കാം. അതെല്ലാം ഏത് ലോഹത്തിലാണോ ഉണ്ടാക്കിയിരിക്കുന്നത് ആ ലോഹം മാത്രമാണ് അതിലെ ആധാരവസ്തു. അതുപോലെ ഈ പ്രപഞ്ചത്തിൽ ഉണ്ടായിട്ടുള്ള സർവ വസ്തുക്കളും വിഷയങ്ങളും ആത്മോത്ഥമിതം ജഗത്, ആത്മാവിൽ നിന്ന് ഉണ്ടായിരിക്കുന്നതാണ്. ആ ആത്മചൈതന്യത്തെയാണ് തിരിച്ചറിയുക. എല്ലാം കാണുമ്പോഴും അതിനെ ആത്മചൈതന്യം. അൽ ഹിലാദ് മൻസൂർ ആരെല്ലാം അറിയുന്നത് കാണുന്നു, അവരിലെല്ലാം ആ ഈശ്വരനെ മാത്രമാണ് കണ്ടിരുന്നത്. അതുപോലെ നിങ്ങൾക്കും ഒരു പട്ടിയെ കാണുമ്പോൾ ആ പട്ടിയിൽ ഈശ്വരനെ കാണണം, പശുവിനെ കാണുമ്പോൾ ഈശ്വരനെ കാണാം. അതാണ് വിദ്യാവിനയസമ്പന്നെ ബ്രാഹ്മണേ ഗവിഹസ്തിനി ശുനി ചൈവ ശുഭാകേച പണ്ഡിതാഹ സമദർശിനഃ. പണ്ഡിതൻ എന്താ? പണ്ഡിതൻ ആരാ? പണ്ഡിതൻ ഈ വസ്തുബോധത്തിലേക്ക് ഉണർന്നവൻ. അല്ലാതെ കുറേ കാണാതെ പഠിച്ചുകൊണ്ട് നടക്കുന്നവനല്ല പണ്ഡിതൻ. ഈ വസ്തുബോധത്തിലേക്ക് ഉണർന്നവൻ. എന്താ വസ്തുബോധം? ഞാനെന്ന് പറയുന്നത് ഈ നാമരൂപധാരിയായ ഞാനല്ല, നാമരൂപരഹിതമായി സർവശരീരങ്ങളിൽ കൂടിയും സൂത്രേ മണിഗണായിവ
ഏതു പ്രകാരമാണോ ഒരു ചരടിൽ അനവധി മുത്തുമണികൾക്ക് നടുവിൽ കൂടി കോർത്തിണക്കിയിരിക്കുന്ന ഒരു ചരട് കടന്നു പോകുന്നത്, അതുപോലെ ഈ പ്രപഞ്ചത്തിലെ സർവ്വ ശരീരങ്ങളിൽ കൂടി, അത് ഈശ ശരീരമായാലും ശരി, ജീവാത്മ ശരീരങ്ങളായാലും ശരി, അതിൽ കൂടി എല്ലാം കടന്നു പോകുന്ന ആ ഏകമായ ചൈതന്യം, അതിനെ നിങ്ങൾ തിരിച്ചറിഞ്ഞ് അതാണ് തൻ്റെ യഥാർത്ഥ സ്വരൂപം എന്ന് ബോധിച്ച് ഭാവിച്ച്, അതാണ് ശ്രദ്ധ. തൻ്റെ ശ്രദ്ധയെ അതിൽ തന്നെ നിലനിർത്തണം. ശ്രദ്ധാവാൻ ബലവാൻ ഭവതി യോ യശ്രദ്ധ സ ഏവ സഹ. ഒന്നും കാണാതെ പഠിക്കാനില്ല, എല്ലാ കാര്യങ്ങളിലും നിങ്ങൾ ഇടപെട്ടുകൊള്ളൂ. ജീവിതത്തിൽ ഏതെല്ലാം മേഖലയിലാണോ നിങ്ങൾ വർത്തിച്ചു കൊണ്ടിരിക്കുന്നത്, അവിടെയെല്ലാം സന്തോഷമായിട്ട് വർത്തിച്ചു കൊണ്ടിരിക്കുമ്പോഴും നിങ്ങളുടെ ഉള്ളിൽ ഈ ഭാവനയുണ്ടായിരിക്കണം, ഈ വർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഞാനല്ല എന്നിലെ യഥാർത്ഥ ഞാൻ, അതിനും സാക്ഷിയായിട്ടിരിക്കുന്ന ആ സാക്ഷി ചൈതന്യമാണ് എന്നിലെ യഥാർത്ഥ ഞാൻ എന്നുള്ള ബോധത്തിൽ നിന്ന് അണുവട വ്യതിചലിക്കാതെ ആരാണോ തൻ്റെ ശ്രദ്ധയെ സദാസമയവും അതിൽ തന്നെ നിലനിർത്തിക്കൊണ്ട് ജീവിക്കുന്നത്. തസ്മാത് സർവേഷു കാലേഷു മാമനുസ്മര യുദ്ധേച. എന്നെ തന്നെ നിരന്തര വിചാരം ചെയ്തുകൊണ്ട് യുദ്ധത്തിലേർപ്പെടുക. എന്താ യുദ്ധം? ജീവിത സാഹചര്യങ്ങളുമായിട്ടുള്ള പടവട്ടം. ലൗകിക ജീവിതം നയിച്ചു കൊണ്ടിരിക്കുന്ന ആർക്കും ആ ജീവിതം നയിച്ചു കൊണ്ടിരിക്കുന്നതിന് ഇടയിൽ കൂടി തന്നെ മോക്ഷം നേടുന്നതിനുള്ള അവസരം എല്ലാവർക്കും, ജാതി മത പരിഗണന കൂടാതെ സർവ്വ ആളുകൾക്കും കരഗതമായിട്ടുണ്ട്. അതിനെ ഉപയോഗിക്കണം എന്ന് മാത്രം. തിരിച്ചറിവിലൂടെ ഞാനെന്ന് പറയുന്നത് ഇതല്ല, ഇതിനകത്തിരിക്കുന്ന അത്. അതാണ് ഏകോ അപ്യാത്മാ തഥൈവ അയം ഈശ ജീവാദിവൻ മൃഷ. ഈശ ജീവാത്മവത് ഭാതി യഥൈകമപി താമ്രകം. ഈശ്വര ബിംബത്തിലും മനുഷ്യരുടെ ബിംബത്തിലും ഒക്കെ ഉള്ള വസ്തു ഏകം. ചെമ്പിലാണ് ഉണ്ടാക്കിയിരിക്കുന്നത്, ചെമ്പ് മാത്രം. കല്ലിലാണ് ഉണ്ടാക്കിയിരിക്കുന്നത്, കല്ല് മാത്രം. അതുപോലെ ഈ മനുഷ്യ ശരീരങ്ങളിൽ കൂടിയെല്ലാം കടന്നു പോകുന്ന ഏകോ അപ്യാത്മാ തഥൈവ അയം ഈശ ജീവാദിവൻ മൃഷ. മൃഷ ചുമ്മാ വെറുതെ. ഈശനെന്നും ജീവനെന്നുമുള്ള വ്യത്യാസത്തിൽ കാണപ്പെടുന്നത് ചുമ്മാ വെറുതെ, സത്യമല്ല. സത്യമായിട്ടുള്ളത് എന്താണ്? ആ വസ്തു ഉണ്ടാക്കിയിരിക്കുന്നതിൽ ഉള്ള വസ്തു ഏതാണോ അതുമാത്രമാണ് സത്യമായിട്ടുള്ളത്. അതാണ് ഈ മന്ത്രത്തിൻ്റെ പ്രത്യേകത. ഇതിനെ അങ്ങോട്ട് ശരിക്കും ഗ്രഹിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഉള്ളിലിരിക്കുന്ന ആ ചൈതന്യ സ്വരൂപത്തെ മനസ്സിലാക്കാൻ സാധിക്കും. ആ ചൈതന്യ സ്വരൂപം മാത്രമാണ് എന്നിലെ യഥാർത്ഥ വസ്തു, ആത്മചൈതന്യം. തത്വബോധത്തിൽ ശങ്കരാചാര്യ സ്വാമികൾ പറഞ്ഞിരിക്കുന്നത് നമ്മൾ ഒരുപാട് പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. സ്ഥൂല സൂക്ഷ്മ കാരണ ശരീരാ വ്യതിരിക്ത പഞ്ചകോശാതീത സൻ അവസ്ഥാത്രയ സാക്ഷി സച്ചിദാനന്ദ സ്വരൂപ സൻ സ ആത്മ. എന്താണ് ആത്മാവ്? തൻ്റെ ഉള്ളിൽ സ്ഥൂല സൂക്ഷ്മ കാരണ ശരീരാത് വ്യതിരിക്ത. സ്ഥൂല ശരീരം, സൂക്ഷ്മ ശരീരം, കാരണ ശരീരം. ഇവിടെ ഇരിക്കുന്നത് നിങ്ങൾ സ്ഥൂല ശരീരത്തിനകത്തിരിക്കുന്നു. സൂക്ഷ്മ ശരീരത്തിൽ സ്വപ്നം കാണുന്നു. സുഷുപ്തി അവസ്ഥയിൽ കാരണ ശരീരത്തിൽ ലീനമായിരിക്കുന്നു. ഈ മൂന്ന് ശരീരങ്ങളിൽ കൂടിയും അതാണ് സ്ഥൂല സൂക്ഷ്മ കാരണ ശരീരാത് വ്യതിരിക്ത. അതിൽ നിന്ന് കന്യമായിരിക്കുന്ന വസ്തുവാണ് തൻ്റെ ഉള്ളിലെ താൻ. പഞ്ചകോശാതീത സൻ. പഞ്ചകോശങ്ങൾ എന്തല്ല? അന്നമയ ശരീരം, പ്രാണമയ ശരീരം, മനോമയ ശരീരം, വിജ്ഞാനമയ കോശം, അല്ലേ? ആനന്ദമയ കോശം. പഞ്ചകോശങ്ങൾ. ആ പഞ്ചകോശങ്ങൾക്കും അതീതമായിട്ടുള്ള ആ ചൈതന്യം. സ്ഥൂല സൂക്ഷ്മ കാരണ ശരീരാത് വ്യതിരിക്ത പഞ്ചകോശാതീത സൻ അവസ്ഥാത്രയ സാക്ഷി. അവസ്ഥാത്രയ: ജാഗ്രത അവസ്ഥ, സ്വപ്നാവസ്ഥ, സുഷുപ്തി അവസ്ഥ. അതിനൊക്കെ സാക്ഷിയായിരിക്കുന്ന ആ ചൈതന്യം.
ഇതിന് മാത്രമല്ല, ഈ ജന്മത്തിനും ഇതപര്യന്തമുണ്ടായിട്ടുള്ള എല്ലാ ജന്മങ്ങൾക്കും സാക്ഷിയായിരിക്കുന്ന ആ ചൈതന്യം, അവസ്ഥാത്രയ സാക്ഷി. എന്താണത്? സച്ചിദാനന്ദ സ്വരൂപം, സത് ചിത് ആനന്ദം. ആ സദ്വസ്തു ഏതൊന്നുകൊണ്ടാണോ ഞാൻ ഉണ്ട് എന്ന് നാം ഭാവന ചെയ്യുന്നത്, മനസ്സിലാക്കുന്നത്, അത് സദ്വസ്തു. അത് ബോധസ്വരൂപമായതുകൊണ്ട് അതിനെ ചിത് വസ്തു എന്ന് പറയുന്നു. അത് ആനന്ദം. അവിടെ നിന്ന് മാത്രമേ, അതിൽ നിന്ന് മാത്രമേ ആനന്ദം ലഭിക്കുകയുള്ളൂ. വേറെ എങ്ങു നിന്നും ആനന്ദം ലഭിക്കുകയില്ല. നമ്മൾ നേരത്തെ പറഞ്ഞു, മറ്റുള്ളതെല്ലാം വെറും സുഖങ്ങൾ. വിഷയങ്ങളിൽ നിന്ന് നമുക്ക് കിട്ടുന്നത് സുഖം മാത്രം. ആനന്ദം കിട്ടുന്നത് നമ്മുടെ ഉള്ളിലെ ആത്മചൈതന്യത്തിൽ നിന്ന് മാത്രം. അതുകൊണ്ടാണ് സത് ചിത് ആനന്ദം എന്ന് പറയുന്നത്. സ്ഥൂല സൂക്ഷ്മ കാരണ ശരീരാത് വ്യതിരിക്ത പഞ്ചകോശാതീത സൻ അവസ്ഥാത്രയ സാക്ഷി സച്ചിദാനന്ദ സ്വരൂപക സൻ യഃ തിഷ്ഠതി. ഏതൊന്നാണോ ഉള്ളതായിട്ടുള്ളത്, എവിടെ? നിങ്ങളുടെ ഉള്ളിൽ, ഓരോരുത്തരുടെയും ഉള്ളിൽ, ജാതി മത പരിഗണനകൾ കൂടാതെ, പക്ഷി വൃക്ഷ ലതാദികളിൽ വ്യത്യാസമില്ലാതെ, അല്ലേ? പക്ഷി മൃഗാദികളെന്നോ വൃക്ഷലതാദികളെന്നോ വ്യത്യാസമില്ലാതെ എല്ലാവരുടെയും ഉള്ളിൽ കൂടി കടന്നു പോകുന്നതാണ് സമം സർവേഷു ഭൂതേഷു തിഷ്ഠന്തം പരമേശ്വരം. ഈ നശ്വരമായ ശരീരത്തിനകത്തിരിക്കുന്ന ആ അനശ്വരമായ വസ്തുവിനെ തിരിച്ചറിഞ്ഞ് സ്വയം പ്രഖ്യാപിക്കണം, യെസ്, ഇതല്ല ഞാൻ, ഇതിനകത്തിരിക്കുന്ന അത്. ആ സാക്ഷി ചൈതന്യം, അതിന് നാമമില്ല, രൂപമില്ല. അതാണ് ഈ ശരീരത്തിൽ നിന്ന് വിട്ടുപോകുന്നത്. വിട്ടുപോകുന്നതിന് മുൻപ് ജീവിച്ചിരിക്കുമ്പോൾ ആരാണോ ഞാൻ അതാണ് എന്ന് ബോധിച്ച് അതുമായിട്ട് യോജിക്കുന്നത്, സദാ യോജിച്ചിരിക്കുന്നത്, അതാണ് യോഗം. ആ അഭ്യാസമാണ് നിങ്ങൾ ശീലിക്കേണ്ടത്. അതാണ് യോഗാഭ്യാസം. ഞാൻ ആ ചൈതന്യമാണ്, ആ സാക്ഷി ചൈതന്യമാണ് എന്ന് ബോധിച്ച് സദാ അതുമായിട്ട് യോജിച്ചിരിക്കുന്ന നില. ആ യോജിച്ചിരിക്കുന്ന നില സദാ ഭാവനയിൽ നിലനിർത്തുന്നതിന് വേണ്ടിയാണ് സോഹം സഹ അഹം. അതാണ് ഞാൻ, അതാണ് ഞാൻ, അതാണ് ശിവം, മംഗളസ്വരൂപം. ശിവോഹം ശിവോഹം ശിവോഹം. ആ മന്ത്രം സദാ ജപിച്ചുകൊണ്ടിരുന്നാൽ, ഉരുവിട്ടുകൊണ്ടിരുന്നാൽ, ഭാവന ചെയ്തുകൊണ്ടിരുന്നാൽ, ആ ഭാവം ഭാവിച്ചു കൊണ്ടിരുന്നാൽ മാത്രം മതി. ദാറ്റ് ഈസ് ഭാവാദ്വൈതം. മോക്ഷത്തിനുള്ള ഒരേ ഒരു മാർഗം. വേറെ ഏതെങ്കിലും തരത്തിൽ മോക്ഷം വേറെ എങ്ങനെയാണ് കിട്ടുന്നത്? വേറെ ഒരു തരത്തിലും മോക്ഷം കിട്ടുകയില്ല. തന്നിലെ യാഥാർത്ഥ്യവുമായിട്ട് നിങ്ങൾ യോജിക്കണം. തന്നിലെ യാഥാർത്ഥ്യം എന്ന് പറയുന്നത് ഇതല്ല, ഇതിനകത്തിരിക്കുന്ന അതാണ് തത്വമസി. തത്വമസി, നീ അതാകുന്നു. അത് ഗ്രഹിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്വയം പറയാം, യെസ്, അഹം ബ്രഹ്മാസ്മി, ഞാൻ ആ ബ്രഹ്മമാവുന്നു. ആ തന്നിലെ താൻ തന്നെയാണ് ബ്രഹ്മം. ബൃഹശ്ച ബ്രഹ്മ, ബൃഹത്തായതുകൊണ്ടാണ് അതിനെ ബ്രഹ്മം എന്ന് പറയുന്നത്. ഇത് നമുക്ക് കേൾക്കാൻ സാധിക്കുന്നു, നമ്മുടെ അറിവിലേക്ക് എത്തുന്നു. ഇത് മനസ്സിലാക്കാനായിട്ട് മറ്റൊരു കാര്യങ്ങളും നിങ്ങൾ ഉപേക്ഷിക്കേണ്ട. എല്ലാത്തിൻ്റെയും നടുവിൽ നിന്നുകൊണ്ട് ഈ ഭാവത്തിലേക്ക് നിങ്ങൾക്ക് നിങ്ങളെ ഉയർത്താൻ സാധിക്കും. യാതൊരു സംശയവും ഇല്ല. സ്വശരീരെ സ്വയം ജ്യോതിസ്വരൂപം സർവസാക്ഷിണം. സ്വശരീരെ സ്വയം ജ്യോതിസ്വരൂപം സർവസാക്ഷിണം ക്ഷീണദോഷാഹ പ്രപശ്യന്തി നേതരേ മായയാവൃത. ഇത് രുദ്രഹൃദയോപനിഷത്തിലുള്ളതാണ്. നേരത്തെ പറഞ്ഞത് തത്വബോധത്തിലുള്ളതാണ്. എന്താണ്? സ്ഥൂല സൂക്ഷ്മ കാരണ ശരീരാത് വ്യതിരിക്ത ശങ്കരാചാര്യസ്വാമികളുടെ തത്വബോധത്തിലുള്ളതാണ്. ഇപ്പോൾ പറഞ്ഞ മന്ത്രം രുദ്രഹൃദയോപനിഷത്തിലുള്ളതാണ്. ഇതാണ് സ്വശരീരെ സ്വയം ജ്യോതിസ്വരൂപം. ആ സ്വയം ജ്യോതി സദാ പ്രകാശിച്ചു കൊണ്ടിരിക്കുന്നു. ആ ജ്യോതി സ്വയം ജ്യോതിയാണ്. സൂര്യൻ പ്രകാശിച്ചു കൊണ്ടിരിക്കുന്നത് സ്വയം ജ്യോതിയായിട്ടല്ല. ആ ആത്മചൈതന്യത്തിനുള്ള ജ്യോതിസ് അതിൽ പ്രകാശിക്കുകയാണ്, അതിൽ പ്രതിബിംബിക്കുകയാണ്.
നമ്മുടെ ശരീരത്തിനകത്തിരിക്കുന്ന ആ ആത്മചൈതന്യം സ്വയം ജ്യോതിസ്വരൂപം, മറ്റൊന്നിൻ്റെയും സഹായത്താൽ പ്രകാശിക്കുന്നതല്ല. സ്വശരീരെ സ്വയം ജ്യോതിസ്വരൂപം സർവസാക്ഷിണം, എല്ലാത്തിനും സാക്ഷിയായിട്ടുള്ളത്. ക്ഷീണദോഷാഹ പ്രപശ്യന്തി, തെറ്റുകുറ്റങ്ങളില്ലാതെ സദ്ഭാവത്തിൽ സദാ ജീവിച്ചു കൊണ്ടിരിക്കുന്നവർക്ക്, തെറ്റുകളൊന്നും കഴിയുന്നത്ര ചെയ്യാതെ, എന്തു തെറ്റ് ചെയ്താലും അതിനെല്ലാം ഫലം നിങ്ങൾ അനുഭവിക്കേണ്ടി വരും. അത് മനസ്സിലായാൽ ഒരു തെറ്റും ചെയ്യുകയില്ല. എന്തു ചെയ്താലും അതിൻ്റെ എല്ലാം പ്രതിഫലനമുണ്ടാകും. നിങ്ങൾ ചെയ്യാതെ അവനെ കൊല്ലണമെന്ന് മനസ്സുകൊണ്ട് സങ്കല്പിച്ചാൽ പോലും അതിന് ശിക്ഷയുണ്ട്. ആ കർമ്മത്തിന് ഫലമുണ്ട്. ആ വിചാരം ചെയ്യുന്നത് തന്നെ കർമ്മമാണ്. നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കാത്തത് നിങ്ങൾ ഭീരുവായതുകൊണ്ട്, നിങ്ങൾക്കതിനുള്ള ധൈര്യമില്ലാത്തതുകൊണ്ട്. പക്ഷേ ആ ചിന്ത നിങ്ങളുടെ മനസ്സിലുണ്ട്. ആ ചിന്ത വരുന്ന സമയത്ത് അത് കർമ്മമാണ്. അതിൻ്റെ ഫലം നിങ്ങൾക്ക് അനുഭവിക്കേണ്ടി വരും. അതുകൊണ്ട് ജീവിച്ചു കൊണ്ടിരിക്കുന്ന സമയം, ഇന്നലെ വരെയുള്ളത് പോകട്ടെ. ഇന്നലെ വരെ നമ്മൾ ഒരുപാട് തെറ്റുകൾ ചെയ്തിട്ടുണ്ട്. അതിനെക്കുറിച്ചൊന്നും നിങ്ങൾ പ്രശ്നമാക്കണ്ട. ഇന്നലെ തന്നെ ടൺ കണക്കിനുള്ള തെറ്റുകൾ നിങ്ങൾ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് എനിക്ക് ഈ മോക്ഷമാർഗത്തിലേക്ക് സഞ്ചരിക്കാൻ സാധിക്കുമോ സ്വാമി എന്നൊക്കെ ചോദിക്കുന്ന ആളുകൾ ഉണ്ടാകാം. സംശയമൊന്നും വേണ്ട. ഇന്നലെ വരെ ടൺ കണക്കിന് തെറ്റുകൾ ചെയ്തിട്ടുണ്ടെങ്കിലും അതെല്ലാം പോട്ടെ, അതൊന്നും നിങ്ങളെ ബാധിക്കില്ല. എപ്പോഴാണോ ഒരാൾ ഞാനെന്ന് പറയുന്നത് ഈ നാമരൂപധാരിയായ ഞാനല്ല, നാമരൂപരഹിതമായി ഈ ശരീരത്തിലെ ജാഗ്രത അവസ്ഥയ്ക്കും സ്വപ്നാവസ്ഥയ്ക്കും സുഷുപ്തി അവസ്ഥയ്ക്കും സാക്ഷിയായിരിക്കുന്ന ആ ചൈതന്യ സ്വരൂപമാണ് എന്നിലെ യഥാർത്ഥ ഞാൻ, എന്നിലെ താൻ എന്ന് ബോധിച്ച് ആരാണോ സദാ ആ ഭാവത്തിൽ തന്നെ തൻ്റെ ശ്രദ്ധയെ നിലനിർത്തുന്നത്, ദാറ്റ് ഈസ് ജ്ഞാനാഗ്നി. ആ ജ്ഞാനാഗ്നിയിൽ ഇതപര്യന്തം ഏതെല്ലാം ജന്മങ്ങളിൽ കൂടി നിങ്ങൾ ആർജിച്ചിട്ടുള്ള സർവ ദുഷ്കർമ്മ ഫലങ്ങളും ഭസ്മസാത് കുരുതേ, ഭസ്മമായി തീരും. ഉറപ്പാണോ? ഉറപ്പ്. എപ്പോൾ? നിരന്തര ഭാവം ഉണ്ടായിരിക്കണം. ഞാൻ ഇതല്ല, ഇതിനകത്തിരിക്കുന്ന അതാണ് എന്ന ഭാവന ആരിലാണോ സദാ സ്ഫുരിച്ചു കൊണ്ടിരിക്കണം, സദാ നിലനിർത്തിക്കൊണ്ടിരിക്കണം. ഏത് കാര്യത്തിൽ ഇടപെടുമ്പോഴും ഭാവന ഉണ്ടായിരിക്കണം. ഈ കർമ്മത്തിൽ ഇടപെടുന്ന ഞാനല്ല എന്നിലെ ഞാൻ, ഈ ഞാനിനെയും പ്രകാശിപ്പിച്ചു കൊണ്ടിരിക്കുന്ന ആ സച്ചിദാനന്ദ സ്വരൂപമാണ് എന്ന് വിചാരം ചെയ്തുകൊണ്ടിരിക്കണം. അതിനെയാണ് നിങ്ങൾ അർച്ചിക്കേണ്ടത്, അതിനെയാണ് നിങ്ങൾ ഭാവന ചെയ്യേണ്ടത്. മൈത്രേയോപനിഷത്തിൽ പറയുന്ന ഒരു മന്ത്രം കൂടെ നിങ്ങളെ പറഞ്ഞു കേൾപ്പിക്കാം. അത് സാമവേദത്തിലുള്ളതാണ്. പാഷാണലോഹ മൃണ്മയ വിഗ്രഹേഷു പൂജ പുനർജനന ഭോഗകരി മുമുക്ഷോ. കല്ല്, മണ്ണ്, അല്ലേ, തടി, ലോഹം, ഇതിലൊക്കെ ഉണ്ടാക്കിയിരിക്കുന്ന വിഗ്രഹങ്ങളിൽ ചെയ്യുന്ന പൂജ മുഴുവനും എന്താണ്? പുനർജന്മത്തിന് കാരണമാകുന്നതാണ്. മൃണ്മയ വിഗ്രഹേഷു പൂജ പുനർജനന ഭോഗകരി മുമുക്ഷോഹു, അതെല്ലാം പുനർജന്മത്തിന് കാരണമാകുന്നതാണ്. തസ്മാത് യതി എന്ന് പറഞ്ഞാൽ ആ മോക്ഷത്തിന് വേണ്ടി യത്നം ചെയ്യുന്നയാളിനെയാണ് യതി എന്ന് പറയുന്നത്. തസ്മാത് യതി സ്വഹൃദയാർച്ചനമേവ കുര്യാത്. സ്വഹൃദയാർച്ചനം, എന്താ ഹൃദയാർച്ചനം? തൻ്റെ ഉള്ളിൽ ഈശ്വര സർവഭൂതാനാം ഹൃദ്ദേശേ അർജുന തിഷ്ഠതി. അതാണ് അർച്ചനം. തൻ്റെ ഉള്ളിലിരിക്കുന്ന ആ ഈശ്വര സ്വരൂപത്തെ, ആ സാക്ഷി സ്വരൂപത്തെ ആരാണോ സദാ ഭജിക്കുന്നത്, മുല്ലാ നാസറുദ്ദീനല്ല, മൻസൂർ അലി സദാ ഭജിച്ചു കൊണ്ടിരുന്നു. മൻസൂർ അലിയുടെ ഭജന അതായിരുന്നു. അലിയെ കൊല്ലാൻ വേണ്ടി ഓരോരുത്തരും കല്ലെറിഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ആ എറിയുന്നവനിൽ അവൻ ഈശ്വരനെയാണ് കാണുന്നത്. അതാണ് മൻസൂർ അലിയുടെ ഭജന. അല്ലാതെ നിങ്ങൾ പാട്ട് പാടിക്കൊണ്ടിരിക്കുന്നതല്ല, കീർത്തനം ചൊല്ലിക്കൊണ്ടിരിക്കുന്നത് മാത്രമല്ല ഭജന.
മൻസൂർ അലിയെ കൊല്ലാൻ വേണ്ടി ഓരോരുത്തരും കല്ലെറിഞ്ഞുകൊണ്ടിരുന്നപ്പോൾ ആ കല്ലെറിഞ്ഞുകൊണ്ടിരിക്കുന്ന ഓരോരുത്തരിലും അയാൾ ഈശ്വരനെ കണ്ടുകൊണ്ടിരുന്നു. അതാണ് യഥാർത്ഥത്തിലുള്ള ഭജന. ആ തരത്തിലുള്ള ഭജന അതാണ് ഇവിടെ പറഞ്ഞത്. സ്വഹൃദയാർച്ചനമേവ കുര്യാത്, ദാറ്റ് ഈസ് ഭജന. ഹൃദയാർച്ചനം എന്ന് പറയുന്നത് എന്താണ്? തൻ്റെ ഉള്ളിലിരിക്കുന്ന ആ ഈശ്വര ചൈതന്യം. ഈശ്വര സർവഭൂതാനാം ഹൃദ്ദേശേ അർജുന തിഷ്ഠതി. സ്വഹൃദയാർച്ചനമേവ കുര്യാത് ബാഹ്യാർച്ചനം പരിഹരേത് അപുനർഭവായ. ബാഹ്യാർച്ചനം എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞിട്ടുള്ള പുനർജന്മത്തിന് കാരണമാകും. ഹൃദയാർച്ചനം എന്തിനു വേണ്ടി? അപുനർഭവായ, ജന്മമില്ലാത്ത അവസ്ഥ ഉണ്ടാക്കുന്നതിന് കാരണമായിത്തീരും. ഏത്? ഹൃദയാർച്ചനം. തൻ്റെ ഹൃദയത്തിനകത്തിരിക്കുന്ന ആ ഈശ്വര ചൈതന്യത്തെക്കുറിച്ച് ബോധവാനായി ഞാൻ അതുതന്നെയാണ് എന്ന ഭാവത്തിലേക്ക് ആരാണോ തൻ്റെ ശ്രദ്ധയെ സദാ ഉയർത്തിക്കൊണ്ടിരിക്കുന്നത്, ദാറ്റ് ഈസ് ഭജന. ഭജിക്കുക, ഭാവന ചെയ്യുക, വിചാരം ചെയ്യുക. അതാണ് യഥാർത്ഥത്തിലുള്ള ഭജന. ഞാൻ ഈ നാമരൂപധാരിയായ കുട്ടപ്പനല്ല, ഗോമതിയല്ല. ഞാൻ നാമരൂപരഹിതമായ ആ സർവേശ്വര ചൈതന്യം, ആ സച്ചിദാനന്ദ സ്വരൂപം. സഹ അഹം സോഹം സോഹം സോഹം. ആ മന്ത്രം വിടാതെ ജപിച്ചുകൊണ്ട് ആർക്കാണോ നിരന്തരമായിട്ട് ഇരിക്കാൻ സാധിക്കുന്നത്, ആ സമയത്ത് നിങ്ങളെ കാര്യം കാമാക്ഷി ഇങ്ങോട്ട് വാ എന്ന് വിളിച്ചാൽ ഉടനെ അങ്ങോട്ട് പോക്കോണം. അവിടെ പറയുന്ന ജോലി ചെയ്തുകൊണ്ടിരിക്കണം. ആ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോഴും നിങ്ങളുടെ ഉള്ളിൽ ഈ ഭാവം നിലനിന്നുകൊണ്ടിരിക്കണം. അതിന് യാതൊരു തടസ്സവുമില്ലല്ലോ. അവർ നിങ്ങളുടെ ഉള്ളിലേക്ക് ഇറങ്ങി നോക്കുമോ? എടി നിൻ്റെ ഉള്ളിൽ വേറെയാണല്ലോ ചിന്ത എന്നൊന്നും ആരും ഇറങ്ങി നോക്കില്ലല്ലോ. നിൻ്റെ ഉള്ളിലേക്ക് ഒരാളും കയറി ചാടി ഇറങ്ങില്ല. നിങ്ങളുടെ ഉള്ളിൽ ഈ അറിവിലേക്ക് നിങ്ങൾ ഉണർന്നിട്ടുണ്ടെങ്കിൽ സദാസമയത്തും നിങ്ങൾ ആ ഭാവനയിൽ ഉണ്ടായിരിക്കും. അതാണ് അന്ധകാലേച്ച മാമേവ സ്മരൻ മുക്ത്വാ കളേബരം. അവസാന കാലത്ത് ശരീരം വെടിയുന്ന അവസരത്തിൽ ജീവിതകാലം മുഴുവൻ ആരാണോ ഈ ഭാവം നിലനിർത്തിക്കൊണ്ടിരിക്കുന്നത്, ആ ഭാവന ശരീരം വെടിയുന്ന അവസരത്തിലും ഉണ്ടായിരിക്കും. അതുണ്ടാകണമെങ്കിൽ നിരന്തര ഭാവമുണ്ടായിരിക്കണം. പെട്ടെന്നൊന്നും കിട്ടുകയില്ല. ഇറ്റ്സ് വെരി ഡിഫിക്കൽട്ട്, ബട്ട് ഇറ്റ്സ് വെരി ഈസി, ഇറ്റ്സ് വെരി സിമ്പിൾ. ഒരു ചെലവുമില്ല. നിങ്ങൾ ഒരിടവും പോയി ആരുടെയും കാല് പിടിക്കണ്ട. ഈ അറിവ് നിങ്ങൾക്കിതാ കിട്ടുന്നു. മോക്ഷത്തിന് വേണ്ടിയിട്ടുള്ള മാർഗം ഇതാണ്. എന്താ പാട്? നിങ്ങളതിന് റെഡിയാകണം. യു ഹാവ് ടു ജംപ് ഇൻ ടു ഇറ്റ്. അതിലേക്ക് നിങ്ങൾ ചാടണം, കുതിച്ച് ചാടണം, അറച്ചു നിൽക്കരുത്. ഇനി ജന്മം വേണ്ട എന്നുണ്ടെങ്കിൽ ജനിമൃതികളിൽ കൂടി കടന്ന് ദുരിതങ്ങൾ അനുഭവിക്കാതിരിക്കണമെന്നുള്ള ആഗ്രഹമുള്ളവരുണ്ടെങ്കിൽ ഈ ജന്മത്തിൽ തന്നെ ആ ജ്ഞാനാഗ്നിയെ നിങ്ങൾക്ക് വളർത്താൻ സാധിക്കും. ആ ജ്ഞാനാഗ്നിയിൽ ഇതപര്യന്തം ഏതെല്ലാം ജന്മത്തിൽ നിങ്ങൾ എത്രയെത്ര ദുഷ്കർമ്മങ്ങൾ ചെയ്തിട്ടുണ്ടോ, എത്രയെത്ര പാപകർമ്മങ്ങൾ ചെയ്തിട്ടുണ്ടോ, അതിൻ്റെ എല്ലാം ഫലം അനുഭവിക്കേണ്ടതായിട്ടുണ്ടോ, അതെല്ലാം ഈ ജ്ഞാനാഗ്നിയിൽ ഭസ്മം. പിന്നെ പുനർജന്മമില്ല. ഈ ഭാവത്തിൽ തന്നെ ആരാണോ മരണസമയത്ത് തൻ്റെ ശ്രദ്ധയെ നിലനിർത്തുന്നത്, തൻ്റെ ശ്രദ്ധ ഈ ഭാവത്തിൽ നിലനിൽക്കുന്നത്, അയാൾക്ക് മരണമില്ല. എന്തുകൊണ്ട്? അയാൾ അതുമായിട്ട് യോജിച്ചു കഴിഞ്ഞു. സത്യം ഉണ്ട്. ശബ്ദം കേൾക്കുന്നു. വളരെ എളുപ്പമാണ്. ഇറ്റ്സ് വെരി സിമ്പിൾ. മോക്ഷം വേണമെന്നുള്ളവർക്ക് ഇതല്ലാതെ മറ്റ് യാതൊരു മാർഗവുമില്ല. ഈ മാർഗം ഇല്ലെങ്കിൽ എല്ലാവരും നശിക്കും. യോഗവാസിഷ്ഠത്തിൽ പറയുന്നു, ബ്രഹ്മ വിഷ്ണുശ്ച രുദ്രശ്ച സർവഭൂതജാതയ നാശമേവ അനുധാവന്തി സലിലാനിവ ബാഠവം. ബ്രഹ്മാവായാലും വിഷ്ണുവായാലും രുദ്രനായാലും ഈ ഭാവം നിലനിർത്തുന്നില്ലെങ്കിൽ അവരെല്ലാം
വീണ്ടും പുനർജനിക്കേണ്ടി വരും. അവരൊക്കെ ഓരോരോ സ്ഥാനങ്ങളിലിരിക്കുകയാണ്. ഈ ഭാവം ആരിലാണോ നിലനിൽക്കാതിരിക്കുന്നത് അവർക്കെല്ലാം വീണ്ടും പുനർജനിക്കേണ്ടി വരും. പുനർജനിക്കാതിരിക്കണമെങ്കിൽ മനുഷ്യജന്മത്തിൽ വെച്ച് മാത്രമേ ഇത് സാധ്യമാകൂ. ദേവശരീരങ്ങളിൽ വെച്ചൊന്നും സാധ്യമല്ല. ദേവശരീരങ്ങളിലൊക്കെ കർമ്മഫലാനുസാരം നമുക്ക് ലഭിക്കുന്ന സ്ഥാനങ്ങളാണ്. ആ കർമ്മഫലം തീരുന്ന അവസരത്തിൽ വീണ്ടും താഴേക്ക് വധിക്കേണ്ടി വരും. വീണ്ടും മനുഷ്യ ശരീരത്തിൽ വെച്ച് ഈ അറിവ് നിലയിലേക്ക് ഏതൊരാളാണോ തൻ്റെ ശ്രദ്ധയെ ഉദ്ധരിപ്പിക്കുന്നത് അയാൾക്ക്. വിവേക ചൂടാമണിയിലെ ശങ്കരാചാര്യ സ്വാമികൾ പറയുന്നു, യജുർവേദത്തിലെ യോഗശിഖോപനിഷത്ത് യജുർവേദത്തിലുള്ളതാണ്. അതിനകത്തെ ഒരു മന്ത്രം പറയാം. ദേഹാവസാന സമയേ ചിത്തേ യദ് യദ് വിഭാവയേത്. നമ്മളിവിടെ പറഞ്ഞുകൊണ്ടിരുന്നത് ദേഹാവസാന സമയേ ചിത്തേ യദ് യദ് വിഭാവയേത്. മരണസമയത്ത് ഏതൊരാളിൻ്റെ മനസ്സിലാണോ ഏതൊന്നാണോ വിചാരം ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത് തത്തദേവ ഭവേത് ജീവ ഇത്യേവം ജന്മകാരണം. പുനർജന്മത്തിന് കാരണമാകുന്നത് മരണസമയത്ത് ഏതൊരു ചിന്തയാണോ നമ്മിൽ ഓടിക്കൊണ്ടിരിക്കുന്നത്. സാധാരണഗതിയിൽ ഏതൊരു ചിന്തയായിരിക്കും ഓടിക്കൊണ്ടിരിക്കുന്നത്? നമ്മൾ ചെയ്തിട്ടുള്ള ദുഷ്കർമ്മങ്ങളെല്ലാം ഇങ്ങനെ ഒരു സ്ക്രീനിൽ എന്നതുപോലെ നമ്മുടെ മുമ്പിൽ വരും. സത്കർമ്മങ്ങൾ വരില്ല. കാരണം പേടി, ചെയ്തിട്ടുള്ള ദുഷ്കർമ്മങ്ങളുടെ ഫലമെല്ലാം ഞാൻ തന്നെ അനുഭവിക്കണമല്ലോ എന്നുള്ള ഭയപ്പാടുള്ളിലുള്ളത് കൊണ്ട് ഇതെല്ലാം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും, കണ്ടുകൊണ്ടിരിക്കും. നാവെല്ലാം താന്നുപോയി, വർത്തമാനമൊന്നും പറയാനൊക്കില്ല. എന്താ കണ്ണിക്കൂടെ ഇങ്ങനെ കണ്ണുനീര് ഒഴുകിക്കൊണ്ടേയിരിക്കും. ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കും. ചെയ്തിട്ടുള്ള ദുഷ്കർമ്മങ്ങൾ മുഴുവനും ഇങ്ങനെ ഒരു സ്ക്രീനിൽ കൂടെ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കും, കണ്ടുകൊണ്ടേയിരിക്കും. ആ നില ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് അവസാനം എല്ലാവർക്കും ഉണ്ടല്ലോ. അവസാനം എല്ലാവർക്കുമുണ്ട്. ആ അവസാന സമയത്ത് ആ കിടക്കുന്ന കിടപ്പിൽ ആ ഭാവം, തന്നിലെ ആ സാക്ഷി സ്വരൂപം, ആ ഈശ്വര സ്വരൂപം മാത്രം ഇങ്ങനെ ഭാവന ചെയ്തുകൊണ്ട് ഇരിക്കണമെങ്കിൽ ജീവിച്ചിരിക്കുന്ന സമയത്ത് സദാസമയവും ആ ഭാവത്തിൽ തന്നിലെ ശ്രദ്ധയെ ബലപ്പെടുത്താൻ ശ്രമിക്കണം. ദാറ്റ് ഈസ് മോക്ഷകാരണം. വേറൊരു തരത്തിലും മോക്ഷം കിട്ടുകയില്ല. ജീവിച്ചിരിക്കുന്ന സമയത്ത് ഏതൊരാളാണോ ഇതിനെക്കുറിച്ച് ബോധവാനായി സദാസമയവും ഞാൻ ആ സാക്ഷി ചൈതന്യം ശിവോഹം ശിവോഹം സോഹം എന്ന ഭാവം ആരിലാണോ സദാ ബലപ്പിച്ച് ഉറപ്പിച്ച് നിരന്തരം ആ ഭാവത്തിൽ തന്നെ തൻ്റെ ശ്രദ്ധയെ ബലപ്പെടുത്തിയവൻ അവസാന കാലം രോഗഗ്രസ്തനായിട്ട് കിടക്കുന്ന അവസരത്തിലും ആ ഭാവം തന്നെ തൻ്റെ ഉള്ളിൽ സ്ഫുരിച്ചുകൊണ്ടിരിക്കും. കാരണം എന്താ? നമ്മൾ പമ്പരം കറക്കി വിട്ടാൽ ആ പമ്പരത്തിൽ നമ്മൾ പ്രയോഗിച്ചിരിക്കുന്ന ബലം തീരുന്നത് വരെ ആ പമ്പരം കറങ്ങിക്കൊണ്ടിരിക്കും. അതുപോലെ ഏതൊരു ശ്രദ്ധയോടുകൂടിയാണോ നാം അതിനെ ബലപ്പെടുത്തിയിട്ടുള്ളത്, എത്രമാത്രം ശ്രദ്ധ അതിലേക്ക് നാം കൊടുത്തിട്ടുണ്ടോ അത് തീരുന്നതുവരെ ആ ശ്രദ്ധ നിരന്തരമായതാണെങ്കിൽ മരണസമയത്തും അത് തന്നെ ഇങ്ങനെ സ്ഫുരിച്ചുകൊണ്ടേയിരിക്കും. അയാൾക്ക് മരണമില്ല. എന്തുകൊണ്ട്? അയാൾ അതുമായിട്ട് യോജിച്ചു കഴിഞ്ഞു. ദാറ്റ് ഈസ് യോഗ. ആളുകൾ യോഗ എന്നൊക്കെ നിസ്സാരമായിട്ട് പറയുന്നുണ്ട്. പക്ഷേ എന്താണ് യോഗ? ഇതാണ് യോഗം. യഥാർത്ഥത്തിലുള്ള തൻ്റെ സ്വരൂപവുമായിട്ട് ഏതൊരാളാണോ ജീവിച്ചിരിക്കുന്ന സമയത്ത് മരണത്തിന് മുൻപ് നിരന്തര വിചാരത്തിലൂടെ ശ്രദ്ധയോടുകൂടി അതിൽ യോജിപ്പിക്കുന്നത്, അയാൾക്ക് മരണമില്ല. വേറെ ഒരു മാർഗവും ഇല്ല. ഇത് ആർക്കാ സാധ്യമാകുന്നത്? ഭഗവത്ഗീതയിലെ 7-ാം മന്ത്രത്തിൽ 7-ാമത്തെ അധ്യായത്തിൽ പറയുന്നുണ്ട്, ബഹൂനാം ജന്മനാമന്തേ ജ്ഞാനവാൻ മാം പ്രപദ്യതേ. ബഹൂനാം ജന്മനാമന്തേ, അനവധി ജന്മങ്ങളുടെ അവസാനത്തിൽ ദാ ഇപ്പോൾ നിങ്ങൾക്ക് കേൾക്കാൻ കഴിഞ്ഞു. എന്താ? മോക്ഷമാർഗം കിട്ടിക്കഴിഞ്ഞു. ഇനി എന്താ വേണ്ടത്? നിങ്ങൾ അതുമായിട്ട് നിങ്ങളെ യോജിപ്പിക്കണം.
എത്രയോ ജന്മങ്ങൾക്ക് ശേഷമാണ് ഇപ്പോൾ ഇത് നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്നത്. കരഗതമായിരിക്കുന്നു, കരതലാമലകം പോലെ, ഉള്ളം കയ്യിലിരിക്കുന്ന നെല്ലിക്ക പോലെ ആ മോക്ഷമാർഗം നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞിരിക്കുന്നു. എന്താ ഇനി ഒരിടത്തും പോയി മോക്ഷത്തിന് വേണ്ടിയിട്ട് ആരുടെയും കാല് പിടിക്കേണ്ട കാര്യമില്ല. സ്വാമി മോക്ഷം എങ്ങനെ കിട്ടും ഒന്ന് പറഞ്ഞു തരാമോ ചോദിക്കേണ്ട കാര്യമില്ല. ഒരിടത്തും പോയി ആരെയും കണ്ട് കാല് പിടിക്കേണ്ട കാര്യമില്ല. ഇത് നിങ്ങൾ നിങ്ങളുടെ ഉള്ളിൽ നടപ്പിൽ വരുത്തുക, അതുമാത്രമാണ് മോക്ഷമാർഗം. അതെപ്പോഴാണ് കിട്ടുന്നത്? ബഹൂനാം ജന്മനാ ബന്ധേ ജ്ഞാനവാൻ മാം പ്രപദ്യതേ. ഈ ജ്ഞാനത്തിലേക്ക് ആരാണോ ഉയർന്നിട്ടുള്ളത്, ജ്ഞാനവാൻ മാം പ്രപദ്യത, അവൻ വാസുദേവ സർവമതി സ മഹാത്മാ സ ബഹുദുർലഭ. വാസുദേവ സർവമതി. വാസുദേവൻ എന്ന് പറഞ്ഞാൽ ശ്രീകൃഷ്ണൻ്റെ പര്യായം എന്ന് പറഞ്ഞാൽ ആ ആത്മചൈതന്യം, തൻ്റെ ഈശ്വരൻ, തൻ്റെ ഉള്ളിലിരിക്കുന്ന ആ ചൈതന്യം, ആ വാസുദേവൻ തന്നെയാണ് സർവം. ആ ബ്രഹ്മചൈതന്യം, ആത്മചൈതന്യം തന്നെയാണ് സർവശരീരങ്ങളിലും സമം സർവേഷു ഭൂതേഷു തിഷ്ഠന്തം പരമേശ്വരം വിനശ്യൽസു അവിനശ്യന്തം യപശ്യതി സപശ്യതി. നിങ്ങളിതിനെ വെറുതെ കേട്ടോണ്ടിരുന്നാൽ മാത്രം പോരാ, അതിനെ കാണണം, അതിനെ അറിയണം, അതിനെ നിങ്ങളുടെ ഉള്ളിൽ കണ്ടെത്തി അതുമായിട്ട് നിങ്ങളുടെ ശ്രദ്ധയെ യോജിപ്പിക്കണം. അതാണ് ബഹൂനാം ജന്മനാമന്തേ ജ്ഞാനവാൻ മാം പ്രപദ്യത വാസുദേവ സർവമിതി സ മഹാത്മാ ബഹുദുർലഭ. അങ്ങനെയുള്ള ആളുകളെ കണ്ടെത്താൻ വളരെ പ്രയാസമാണ്. പിന്നെയും പറയുന്നുണ്ട്, യജുർവേദത്തിലെ വരാഹോപനിഷത്തിലൊരു മന്ത്രം പറയുന്നുണ്ട്, ദേഹാത്മജ്ഞാനം ദേഹാത്മജ്ഞാനബാധകം ആത്മന്യേവ ഭവേത്യസ്യ സ ന ഇച്ഛന്നപി മുച്യതേ. ഈ അറിവ് എന്താണ്? ദേഹാത്മജ്ഞാനവജ്ഞാനം. ഈ ദേഹമാണ് ആത്മാവ് എന്ന് പറഞ്ഞാൽ ഞാനാണ് യഥാർത്ഥത്തിലുള്ള ഞാൻ. ഈ ദേഹമാണ് ഞാൻ എന്നുള്ള ഭാവനയോടുകൂടി ജീവിക്കുന്നതാണ് ദേഹാത്മജ്ഞാനവജ്ഞാനം. അത് ആ ദേഹാത്മജ്ഞാനബാധകം ദേഹാത്മജ്ഞാനവജ്ഞാനം ദേഹാത്മജ്ഞാനബാധകം ആത്മന്യേവ ഭവേത്യസ്യ. ഈ ദേഹമാണ് ഞാൻ എന്നുള്ള ഭാവനയോടുകൂടി ജീവിക്കുന്ന ഒരാളിൻ്റെ ഭാവന മാറി ഈ ദേഹമല്ല ഞാൻ, ദേഹത്തിനകത്തിരിക്കുന്ന ദേഹിയാണ് യഥാർത്ഥ. അതാണ് നമ്മൾ ഇതുവരെ പറഞ്ഞത്. ദേഹത്തിനകത്തിരിക്കുന്ന ദേഹി, ആ ആത്മചൈതന്യം എന്ന് ആരാണോ തിരിച്ചറിഞ്ഞ് ആ ഭാവത്തിലേക്ക് തൻ്റെ ശ്രദ്ധയെ ഉദ്ധരിപ്പിക്കുന്നത്, അതാണ് ആത്മന്യേവ ഭവേത് യസ്യ. അവൻ ന ഇച്ഛന്നപി മുച്യതേ. എനിക്ക് മോചനം വേണ്ട, എനിക്ക് മുക്തി വേണ്ട എന്ന് പറഞ്ഞാലും പറ്റൂല. നീ മോചനം നേടിയേ വെക്കൂ, നിനക്ക് മുക്തി കിട്ടിയേ വെക്കൂ. നീ മുക്തനാണ്. ഈ ശരീരമാണ് ഞാനെന്നുള്ള ഭാവം മാറി ഈ ദേഹമാണ് ഞാൻ. അതാണ് ഇവിടെ പറഞ്ഞത് എന്താ? ദേഹാത്മജ്ഞാനവജ്ഞാനം ദേഹാത്മജ്ഞാനബാധകം ആത്മന്യേവ ഭവേത്യസ്യ. തൻ്റെ ആത്മാവാണ് ഞാൻ എന്നുള്ള ഭാവത്തിലേക്ക്, അറിവിലേക്ക് ഏതൊരാളാണോ തൻ്റെ ശ്രദ്ധയെ ഉദ്ധരിപ്പിക്കുന്നത് അവന് മോക്ഷം വേണ്ട എന്ന് പറഞ്ഞാലും പറ്റില്ല. നീ മോക്ഷത്തിലാണ്. ന ഇച്ഛന്നപി മുച്യതേ. അവൻ ആഗ്രഹിക്കുന്നില്ലെങ്കിൽ പോലും അവൻ മുക്തനാണ്, അവന് പുനർജന്മം ഉണ്ടാകുന്നില്ല. ഈ ശരീരമാകുന്നു ഞാൻ, സത്യം. അതുകൊണ്ട് ആത്മജ്ഞാനം എന്ന് പറയുന്നത് ദേഹാത്മജ്ഞാനവജ്ഞാനം ദേഹാത്മജ്ഞാനബാധകം ആത്മന്യേവ ഭവേത് യസ്യ സ ന ഇച്ഛന്നപി മുച്യതേ. ഈ നില എല്ലാവർക്കും ഉണ്ടാകുന്നതിനാവശ്യമായ ഈശ്വരകൃപ, ഗുരുകൃപ എല്ലാവർക്കും ലഭ്യമാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ ഈ സത്സംഗം അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്ക് നമസ്കാരം.